الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم عافنا من كل بلاء الدنيا ومصيبات كلها وفتنها وعذاب الآخرة اللهم سلمنا وسلم أهلنا من آفات الدارين وارزقنا وإياهم سعادات الدارين اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما نافعا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين والحقنا بالصالحين آمين برحمتك يا أرحم الراحمين يقولون അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏത് കാലത്തും ഉള്ളവർ പറയും മതാ ഹാദൽ വഅദു എന്നിട്ട് ഇപ്പൊ ഈ കരാറ് എന്ന് ദിവസം എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, അത് എപ്പോഴാണ്? ഇൻകുന്തും സാദിഖീൻ, അത് എവിടെയാണ്? ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ അത്ര വലിയ സത്യവാന്മാരാണെങ്കിൽ അത് നിങ്ങളൊന്ന് കാണിക്ക് എന്നവർ പറയും എന്ന്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുമെന്നാൽ ഏത് കാലഘട്ടത്തിലെയും ജനത അങ്ങനെ പറഞ്ഞപ്പോൾ ആ ജനതക്ക് ഒരു പരിധി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതക്ക് അദാബിനെ കാണിച്ചു കൊടുക്കും. സൂറത്ത് യൂസുഫിൽ ഒരു അവസാനത്തെ ഭാഗമുണ്ട്, ഒന്ന് കണ്ടെടുക്കി. ഇതാ നോക്കുന്നേ, ഹത്ത അങ്ങനെ അങ്ങനെ നോക്ക് അങ്ങനെ അങ്ങനെ حتى إذا استيأس الرسل وظنوا أنهم قد كذبوا جاءهم نصرنا فنجي من نشاء ولا يرد بأسنا عن القوم المجرمين حتى إذا استيأس الرسل അങ്ങനെ പ്രബോധനം ചെയ്ത് മുർസലീങ്ങൾ പോലും നിരാശ ബാധിക്കും. നിരാശ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ നന്നാകൂല എന്ന് ഏകദേശം മുർസലീങ്ങൾക്കും മനസ്സിലാവും. വളന്നു സംബോധിത ജനങ്ങൾ വിചാരിക്കുകയും ചെയ്യും. എന്ത് വിചാരിക്കും? അന്നഹും കത് കുതിബു, അവരോട് നുണയാണ് പറയപ്പെട്ടത്. രണ്ടിനും രണ്ടർത്ഥാണ്. ഹത്ത അങ്ങനെ മുർസലിങ്ങൾ നിരാശ ബാധിക്കും. അതായത് ഈ ജനത ഒരിക്കലും നന്നാവൂല എന്നൊരു ധാരണ ആർക്ക് വരും? മുർസലിങ്ങൾക്ക് വരും. ഒലന്നു, ലന്നുവിന്റെ അർത്ഥം ഇനി വേറെയാണ്. ലന്നു ജനങ്ങൾ വിചാരിക്കും, അന്നഹും അവർ കത് കുതിബു, അവരോട് കളവാണ് പറയപ്പെട്ടത് എന്ന്. അതായത് ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്നും അള്ളാഹിന്റെ ശിക്ഷ ഉണ്ടാകുമെന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ കളവാണ് എന്നൊക്കെ ജനങ്ങളും വിചാരിക്കും. ജനങ്ങൾ നന്നാവൂല എന്ന് ആര് വിചാരിക്കും? മുർസലീങ്ങൾ വിചാരിക്കും. ജനങ്ങളോട് പറഞ്ഞതൊക്കെ നുണയായിരുന്നു എന്ന് ജനങ്ങൾ വിചാരിക്കും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? നോക്ക അവിടെ രണ്ട് കൂട്ടരിലേക്കാണ് രണ്ട് ലമീറും. ഹത്ത മുർസലീങ്ങൾ അവിടെ ഇസ്മാണ്, ലാഹിറ ഇസ്മാണ്, മറ്റേ ലമീർ കൗമിലേക്കുമാണ്. നോക്ക് ഹത്ത അങ്ങനെ 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 ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് നാം പുരുഷന്മാരായ ആളുകളെ പ്രബോധനത്തിന് വേണ്ടി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ്. ആ മുർസലീങ്ങളെ പറ്റിയാണ് പിന്നെ പറഞ്ഞത്. ഹത്ത അങ്ങനെ മുർസലിങ്ങൾക്ക് നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ജനങ്ങൾ ഒരിക്കലും നന്നാവൂല എന്ന് ആർക്ക് മനസ്സിലായി? മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. ഒലന്നു ആ ജനങ്ങൾ വിചാരിച്ചു എന്ത്? അന്നം തീർച്ചയായും അവർ കത് കുതിബു, അവരോട് കളവാണ് പറയപ്പെട്ടത്. അതായത് ആര് പറഞ്ഞ്? മുർസലിങ്ങൾ പറഞ്ഞ നുണയാണ്. കാരണം എന്തുകൊണ്ട് ഇതിവിടെ പറയാൻ കാരണം? ഇനി യാസീൻ ആയത്തിന് എടുത്തു വെച്ചാൽ മതി. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ആ കരാർ ദിവസം എവിടെയാണ് എന്ന് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഈ ജനങ്ങളിലെ ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാവും എന്ത് ഇത് സത്യമാണ്. ഒരു വിഭാഗം സാധാരണക്കാരായ അത്രയൊന്നും വല്ലാതെ കുശാഗ്ര ബുദ്ധിയൊന്നും ഇല്ലാത്ത സാധുക്കളായ ജനങ്ങൾ എന്ത് വിചാരിക്കും ചെയ്യും? ചിലപ്പോ ഈ പറഞ്ഞൊക്കെ കളവാണോ അങ്ങനെയും വിചാരിക്കും. പിന്നെ അവർക്ക് മുർസലീങ്ങളോടൊക്കെ ഈ നേതാക്കന്മാരായിരിക്കും അടുപ്പം. കാരണം മുർസലീങ്ങളെന്ന് ഒന്നും കിട്ടാനില്ല. ഈ റോസാഖ് എന്ന് പറഞ്ഞ വലിയ പണക്കാരും വലിയ മുതലാളിമാരും ആയിരിക്കും ചെയ്യും. അപ്പൊ ഈ മുർസലീങ്ങൾക്ക് വഴിപ്പെടുന്ന പകരം മുതലാളിമാർക്കും പണക്കാർക്കും ആര് വഴിപ്പെടും? സാധാരണക്കാരൻ. മുർസലീങ്ങൾ പറഞ്ഞൊക്കെ നുണയാന്നും ജനങ്ങൾ വിചാരിക്കും. കാരണം ഇങ്ങനെ ഒരു വാഗ്ദത്ത ദിവസം ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? കുറെ കാലായല്ലോ പറയാൻ തുടങ്ങിയത്. ഞാൻ അതിന്റെ അടുത്ത വാക്ക്
അങ്ങനെ വിചാരിച്ച് കഴിയുമ്പോൾ ജാഅഹും അവരുടെ അടുത്ത് എത്തും നസ്റുന നമ്മുടെ സഹായം. ആർക്കുള്ള സഹായം? മുർസലീങ്ങൾക്കുള്ള സഹായം. ഫനുജ്ജിയ മൻ നശാഉ, എന്നിട്ട് നാം ഉദ്ദേശിച്ചവരെ നാം രക്ഷപ്പെടുത്തും. പക്ഷേ വലാ യുറദ്ദു ബഅസുന അനിൽ ഖൗമിൽ മുജ്രിമീൻ, അക്രമികളായ ജനങ്ങളെ തൊട്ട് നമ്മുടെ ശിക്ഷയെ തടയാൻ ആർക്കും കഴിയില്ല. മനസ്സിലായോ? വളരെ വ്യക്തമായ ഒരു ആയത്താണത്. ഈ ആയത്തിലേക്ക് ഞാൻ കൂട്ടാൻ വേണ്ടി പറഞ്ഞ ഈ ആയത്തിനും കൂടി ബന്ധമുണ്ട്. എന്ത്? വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ആ കരാർ എന്നാണ്, അതെവിടെയാണ് എന്ന് ഈ ജനങ്ങൾ ഏത് കാലത്തും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ചോദിച്ച് കളിയാക്കാനാണ്. ആര്? മേൽത്തട്ടിലുള്ളവര്. മറ്റേ വിഭാഗം കളിയാക്കിയത് പറഞ്ഞത് എന്താണെന്നറിയോ? സംശയമാണ്. പിന്നെ നാം മുർസലീങ്ങളെ വിശ്വസിച്ചൂടെ? മുർസലീങ്ങളെ വിശ്വസിക്കൂല, മുതലാളിമാരെ വിശ്വസിക്കുള്ളൂ. ഇങ്ങനത്തെ വലിയ മുതലും കാര്യമൊന്നും ആരെ കയ്യിലില്ല? മുസ്ലിങ്ങളെ കയ്യിലില്ലല്ലോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ജനങ്ങൾ എപ്പോഴും ഈ കഴിവുള്ളവരുടെയും പണം കഴിവ് ഇങ്ങനത്തെ ഉള്ള ആളുകളടുത്തേക്ക് മനുഷ്യൻ തൂങ്ങുക. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. അവരെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിലും അവരിലേക്ക് തൂങ്ങും. ഇപ്പൊ മൂസാ നബിയും അലൈഹിസ്സലാം, മൂസാ നബിയും ഖാറൂനും തമ്മിലുള്ള മത്സരത്തിൽ ജനങ്ങൾ തൂങ്ങിയ പക്ഷം ഏതാ? ഖാറൂനാണ്. എന്നാ ഈ ഭയങ്കര ഉപകാരിയാണ് ആര്? മൂസാ നബി. എന്നിട്ടും ജനങ്ങൾ ആരിലേക്ക് തൂങ്ങും? അതുകൊണ്ട് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മൂസാക്കെതിരായാലും കുഴപ്പമില്ല, എതിരായാലും ഉപകാരം ചെയ്യും. രണ്ട്, മൂസാന്റെ കയ്യിലുള്ള ഏതായാലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് തൂങ്ങി തിരുപ്പതിപ്പെടുത്തി കിട്ടേണ്ടത് മറ്റോന്റെ അല്ലേ? തിരിഞ്ഞിട്ടില്ല. ഭയങ്കര ജനങ്ങൾ അങ്ങനെയാണ്. ഉപകാരം ചെയ്യുന്ന ഒരു മുതലാളിയും ഉപകാരം ചെയ്യാത്തൊരു മുതലാളിയാണെങ്കിൽ ജനം തൂങ്ങ എപ്പോഴും ചെയ്യാത്ത ആളിലേക്കായിരിക്കും. അത് ഉറപ്പ്. എഴുതി വെച്ചോ. എന്തുകൊണ്ട്? ഉപകാരം ചെയ്യണോനെ എന്താണെങ്കിലും ഭയങ്കര മനസ്സലിവുള്ള ആളാണ്. എന്റെ കുട്ടിനെ കെട്ടിക്കണോടത്ത് കുഴങ്ങിയിട്ടുണ്ടെന്ന് എത്ര ശത്രുവായ നേരത്തെ പറഞ്ഞാലും ഓൻ സഹായിക്കും. മറ്റവൻ അങ്ങനെയല്ല. മറ്റവൻ ഒരിക്കലും ആരെയും സഹായിക്കൂല. അപ്പൊ പിന്നെ പരമാവധി തൃപ്തിപ്പെടുത്തിയിട്ട് വശത്താക്കേണ്ടത് ആരെയാണ്? മറ്റോനെയാണ്. അതുകൊണ്ട് അവനെ ഒപ്പിച്ചേ പറയുള്ളൂ, ഇവനൊപ്പിച്ച് പറയില്ല. കാരണം ഇവനൊപ്പിച്ച് പറയേണ്ട ആവശ്യം ഇല്ലെങ്കിലും ഉപകാരം ചെയ്യും. നിങ്ങളെവിടെ? ഇതൊക്കെ വളരെ വലിയ സത്യമാണ്. ഒരു നാട്ടില് നമ്മൾ വളരെ ചിന്തിക്കും. ഈ ഒരു ഉപകാരം ചെയ്യാത്ത മനുഷ്യന്മാരെ ഭാഗത്തെ ജനങ്ങൾ തൂങ്ങുള്ളൂ. കാരണം മറ്റോന്റെ അടുത്ത് തൂങ്ങണ്ടയില്ല, തൊഴിൽ കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹവിന്റെ പറ്റി പെഞ്ചല് പറഞ്ഞുണ്ടാക്കി മോശപ്പെട്ട വാക്ക് പറഞ്ഞുണ്ടാക്കിയ ആളുകൾ സിദ്ദീഖിനെ കൊണ്ട് ജീവിക്കുന്നവരാ. സിദ്ദീഖാണ് ആ കുടുംബങ്ങൾ പോറ്റാറുള്ളത്. അവർ വരെ ഇതിൽ കൂടി. കാരണം സിദ്ദീഖ എന്താണെങ്കിലും ഉപകാരം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്ത്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ കൂട്ടത്തിൽ കൂടി. ഇവര് മുസ്ലിമീങ്ങളുമാണ്, മുനാഫിഖീങ്ങളല്ല. എന്നിട്ടും ആരപ്പം കൂടി? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂടി. സിദ്ദീഖിന്റെ മകളെ പറ്റി മോശപ്പെട്ടത് പറയാ. എന്നിട്ട് പെരയിലെ ചെലവ് ആര് നടത്തുക? സിദ്ദീഖ് നടത്തുക. എന്നിട്ട് സിദ്ദീഖിന്റെ ശത്രുക്കളെ കൂടെ നിന്നിട്ട് സംസാരിക്കുക. ഈ മുതൽ തിന്ന് എമ്പക്കം വിട്ടിട്ട് ആരപ്പം നിൽക്കുക? പറയ കുട്ടിയെ, ആരെ കൂടെ? സിദ്ദീഖിന്റെ ശത്രുവിന്റെ കൂടെ നിൽക്കുക. സിദ്ദീഖിന്റെ മകളെ പറ്റി തോന്നിയാസം പറയാം. നഊസുബില്ലാ. എന്തേ? അങ്ങനെയാണ് അതിന്റെ കാര്യം. കാരണം സിദ്ദീഖിനെ പറ്റി പറഞ്ഞാൽ പ്രശ്നമല്ല. സിദ്ദീഖ് എന്താണെങ്കിലും എന്തായും സഹായിക്കും. ഈ പ്രശ്നം കഴിഞ്ഞപ്പോ സിദ്ദീഖ് ഇരട്ടിയായി സഹായിച്ചു. ഇവര് വിചാരിച്ചു പൊട്ടൻ സിദ്ദീഖ്, നമ്മൾ എത്ര ഉപദ്രവിക്കണോ അത്തരം സിദ്ദീഖ് ഉപകാരം കൂട്ട ചെയ്യുന്നു. പൊട്ടൻ സിദ്ദീഖ് ഭയങ്കര 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 സംഭവമാണ്. അതായത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ അവരെ പേരൊന്നും പറയില്ല, പേര് പറയുന്നതിൽ നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേര് പറയാത്തത്. അതിൽ മുസ്ലിമീങ്ങളുണ്ട്. അവരൊക്കെ പെട്ടുപോയി. പിന്നെ അവരൊക്കെ തൗബ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ പേര് ഞാൻ പറയുന്നില്ല. അതിൽ സ്വഹാബികളും പെട്ടുപോയി. മറ്റൊരപ്പം നിന്ന് ആർക്കെതിരെ? ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ അല്ല കുട്ടിയെ. ആയിഷക്കെതിരെ ആരാണ്? സിദ്ദീഖിനെതിരെ. കാരണം സിദ്ദീഖിന്റെ ജീവനല്ലേ ആര്? ആയിഷ. സിദ്ദീഖിന്റെ മോളല്ലേ? മുത്ത റസൂലിന്റെ ഭാര്യ
സിദ്ദീഖിന്റെ മകള്. ഈ സിദ്ദീഖാണ് ആ പരി ചെലവെടുത്തത്. എന്നിട്ട് ആ ചെലവുകൾ നടത്തുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? നേരെ സിദ്ദീഖിന്റെ മകൾക്കെതിരെ നിൽക്കുന്നത്. അന്ന് അവർ തിന്നുന്നതും ആര് മുതലാണ്? സിദ്ദീഖ്. ഈ വിഷയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഹായം ഇരട്ടിയാക്കി. അദ്ദേഹം സഹായം ഇരട്ടിയാക്കി. ഈ സംഭവം കഴിഞ്ഞപ്പോ സിദ്ദീഖ് ഇരട്ടി സഹായിക്കാൻ തുടങ്ങി. വേറുള്ളവരാണെങ്കിലോ പിൻവലിക്കും. സിദ്ദീഖോ എന്തുകൊണ്ട്? സിദ്ദീഖാര വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. ആർക്കെങ്കിലും ഒരു പ്രത്യുപകാരം ചെയ്യേണ്ട ബാധ്യതയൊന്നും സിദ്ദീഖിന് ഇല്ല. പിന്നെ സിദ്ദീഖ് എന്തിനാ ചെയ്തത്? ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്യാണ്. വലസൗഫ യർളാ. അല്ലാഹു തൃപ്തിപ്പെടുന്നു വിചാരിച്ച് ചെയ്യാണ്. ആര്? സിദ്ദീഖ്. അപ്പൊ സിദ്ദീഖ് ചെയ്യുമല്ലോ. സിദ്ദീഖിന് എതിരെന്നാലും ചെയ്യുമല്ലോ. കാരണം സിദ്ദീഖിന്റെ ലക്ഷ്യം സിദ്ദീഖിന്റെ ലാഭമല്ലല്ലോ. ആരും തൃപ്തിയാണ്? ഭയങ്കരാണ്. ഇവിടെയൊക്കെ ചിന്തിക്കണം. മനുഷ്യൻ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മനുഷ്യൻ ചിന്തിക്കണം. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യന്റെ സ്വഭാവമാണത്. മനുഷ്യൻ അങ്ങനെയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുർസലീങ്ങൾ നിരാശ ബാധിച്ചു. പൊതുജൻ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന് വലിയ തലമക്കണ്ണന്മാർ, റസാഹ്. അവർക്കിതിലെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരെന്ത് ചെയ്യും? ഈ നന്മ അവർ തടയും. കാരണം ഈ നന്മ നടപ്പിലായാൽ അവർക്ക് നഷ്ടമുണ്ട്. അപ്പൊ തൗഹീദും റിസാലത്തും നടപ്പിലാക്കുന്നത് വലിയ ആളുകൾ തടയും. കാരണം അത് നടപ്പിലായാൽ അവർക്ക് നഷ്ടമുണ്ടാവും. ഉറപ്പല്ലേ? നഷ്ടം ഉറപ്പല്ലേ? ഇവിടെ നീതി നടപ്പിലായാൽ നഷ്ടായിരിക്കാം മുതലാളിക്ക്. മനസ്സിലായില്ല? ശരിയായിട്ട് എന്തിനാ? ശരിയത്ത് എന്തിനാ വന്ന്? നീതിക്ക് വേണ്ടി. അല്ല എന്തിനാ വന്നത്? അല്ല എന്തിനാ? നിങ്ങളെ തലമ്മല് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായിട്ടുണ്ട്. അൻപത് കൊല്ലം ഒരാൾ നിസ്കരിച്ചില്ല. 50ാമത്തെ കൊല്ലം അള്ളാഹിനോട് പറയും, നാളെ മുതൽ നിസ്കരിച്ചോളാം പഠിച്ചവനെ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. 50 പൈസന്റെ ഉപദ്രവം ഒരാൾ ചെയ്ത് 50 കൊല്ലം കഴിഞ്ഞ് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് ഓർക്കൂല. കാരണം നിസ്കാരമല്ല ദീനിന്റെ മർമ്മം. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോന്ന്? നിങ്ങൾ ഉണ്ടോന്ന് എൻ്റെ ചോദ്യം. നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഉണ്ടോ? 50 കൊല്ലം ഒരാള് നിസ്കരിച്ചില്ല. ഒതാറുപ്പിനെ വല ദാറുപ്പിനെ വലയായിട്ട് ഇങ്ങനെ ഒതാറുപ്പിയ ഇങ്ങനെ കുടിച്ച് അങ്ങനെ പാട്ടി എന്തും ചെയ്ത് നിസ്കരിച്ചില്ല. 50 കൊല്ലം അങ്ങനെ നടന്ന് 60 കൊല്ലം നടന്ന്. നീ 50 പിടിക്കണ്ട. 50 എന്ന് പറഞ്ഞാൽ വേറൊരു പൊട്ടം വിചാരിക്കും, 50 എന്താ 50 അങ്ങനെ പൊട്ടന്മാരെ കഥ. 60 കൊല്ലം കഴിഞ്ഞപ്പോ ഓൻ പറഞ്ഞ, അള്ളാ നടന്ന് കിട്ടിയൊക്കെ കിട്ടി, ഇനി ഏതായാലും ഞാന് നന്നാവുക. അപ്പൊ അള്ളാഹ് പറയും, ആയിക്കോട്ടെ, ഒരേപോലെ. അള്ളാന്റെ അള്ളഹാനോട് പൊറുക്കലിനെ തീടുമ്പോ അള്ളാഹ്ക്ക് ഭയങ്കര ചിരിയാവും. അപ്പം പൊറുക്കും ചെയ്യും. അപ്പം ഭയങ്കര ചിരിച്ചോണ്ടാ പൊറുക്കാം. നിന്റെ അടിമ എന്നോട് പൊറുക്കലിനെ തേടിയല്ലോ, മതി, കഴിഞ്ഞ്. അള്ളാഹ് പൊട്ടനായതുകൊണ്ടല്ല, അള്ളാഹ്ക്ക് അത്ര അടിമയോട് ഇഷ്ടമാണ്. ഭയങ്കരല്ലേ അള്ളാഹ്. എന്താ ഞാൻ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞേ? 60 കൊല്ലം നിയമക്കൂടണ്ട അച്ചാറ്. 100 കൊല്ലം ഒരു മനുഷ്യൻ നിസ്കരിച്ചില്ല, കള്ളു കുടിച്ച് പാത്തി അങ്ങനെ നടന്ന് 100 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളഹാനോട് പറഞ്ഞ, അള്ളാഹ് കുടിച്ചൊക്കെ കുടിച്ച് കിട്ടിയൊക്കെ കിട്ടി, ഇനി ഞാൻ ഏതായാലും കുടിക്കൂല, ഇന്ന് മുതൽ ഞാൻ നന്നാകുകയാണ് എന്ന് അള്ളഹാനോട് പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ അള്ളാഹ് എന്താ പറയാ? ആയിക്കോട്ടെ, എന്റെ അബദ്ധം എന്നോട് പൊറുക്കലിനെ തേടിയല്ലോ, ഞാൻ പുറത്തു കൊടുത്ത്. പറഞ്ഞത് എന്തായാൽ മതി? ആത്മാർത്ഥതായാൽ മതി. പറഞ്ഞത്
ഇന്ന് മുതൽ ഞാൻ നിസ്കരിച്ചോളാം, ഇന്ന് മുതൽ ഞാൻ കള്ളുടിക്കില്ല എന്ന് ഉടനെ 100 കൊല്ലം മുമ്പ് ഒരാളെ അടിച്ചിട്ടുണ്ട്. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ അള്ളഹാനോട് പറഞ്ഞു, അള്ളാ ഞാൻ 100 കൊല്ലം മുമ്പ് ഒരാളെ ഒരടി അടിച്ചിട്ടുണ്ട്. ഇവിടെ 100 കൊല്ലം കള്ളുടിച്ച് 100 കൊല്ലം നിസ്കരിച്ചില്ല. അള്ളാഹു തആലക്ക് ഒരു പ്രശ്നമില്ല. 100 കൊല്ലം മുമ്പ് ഒരാളെ അടി അടിച്ചിട്ടുണ്ട്. 100 കൊല്ലം കഴിഞ്ഞ് അള്ളാ ഞാൻ ഒരാളെ 100 കൊല്ലം മുമ്പ് അടിച്ചിട്ടുണ്ട്, ഇത് പൊറുക്കൂല. എന്തുകൊണ്ട്? ശരീഅത്തിന്റെ മർമ്മം ഇബാദത്തല്ല, അദ്ലാണ്, നീതിയാണ്. എന്തിനാ മുർസലീങ്ങൾ വന്നത്? നീതിയാണ്. നീതി അല്ലാതെ ഒന്നല്ല. അപ്പോൾ ശരീഅത്ത് ഇവിടെ നടപ്പിലായാൽ എന്ത് നടപ്പിലാവും? നീതി നടപ്പിലാവും. നീതി നടപ്പിലാക്കിയ മുതലാളിമാർ കൊടുങ്ങൂലേ? നീതി നടപ്പിലായാലും മുതലാളിമാർ കൊടുങ്ങുമല്ലേ? ഇന്നത്തെ നേതാക്കളും കൊടുങ്ങും. ഓഫീസിലിരുന്നിട്ടോ പേരിലിരുന്നിട്ടോ എഴുതിയിട്ട് ലിസ്റ്റ് എഴുതിയിട്ട് ഇതാ നമ്മളൊരു പുതിയ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നാൾ പ്രസിഡന്റ്, ഇന്നാൾ സെക്രട്ടറി, അല്ലാഹു അക്ബർ മറ്റോരും പറഞ്ഞ് പിരിയാൻ പറ്റൂല അവിടെ. പിന്നെ അവിടെ എന്ത് വേണ്ടി വരും? ഇതിനെന്ത് പറയില്ല, ഇതിനറിയില്ല. വന്നവർക്കൊക്കെ ഒരു ചായയും നെയ്യപ്പോ അല്ലെങ്കിൽ പാമ്പൂരിയും കിട്ടും, പിരിഞ്ഞും പോയി. പിന്നെ എന്തേ ഉണ്ടായതെന്ന് വെച്ചാൽ കമ്മിറ്റി തന്നെ തുടർന്നാൻ തീരുമാനിച്ചു എന്ന് പെരിയിൽ പോയി ഓരോട് പറയും. നമ്മളിപ്പോൾ എന്താ കാട്ടുക എന്ന് ഇവരൊക്കെ പെരിയിൽ പോയി പറയും ചെയ്യും. എന്തേ ഇവിടെ ഇതല്ലേ ഇപ്പൊ നടക്കണേ? ഇന്ന് അധികാരത്തിലിരിക്കുന്ന 99% ആളുകളും ഇങ്ങനെ അധികാരത്തിൽ കയറിയതാ, നീതിയിൽ കയറിയതല്ല. ഇന്ന് ഏത് അധികാരത്തിലിരിക്കുന്ന ആളുകളുടെയും 99% ആളുകളും ഇങ്ങനെ കയറിയതാ, നീതിയിൽ കയറിയതല്ല. അപ്പൊ അവർക്കും പ്രശ്നമാണ്. നീതി നടപ്പിലായാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പൊ ശരിയാത്ത ഒരു കാലത്തും ജനങ്ങൾ മുർസലിങ്ങൾക്കൊപ്പം നിൽക്കൂല. കാരണം മുർസലിങ്ങൾക്കൊപ്പം നിന്നാൽ നീതി നടപ്പിലാവും. നീതി നടപ്പിലായ അപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് ഉണ്ടാവില്ല, അപ്പോൾ ഉള്ള മുതലുണ്ടാവില്ല, അപ്പോൾ ഉള്ള സ്ഥാനം ഉണ്ടാവില്ല. നിങ്ങളിപ്പോ പെടില്ലേ? നിങ്ങൾ ക്ലാസ്സിന് വന്നതല്ലേ? എന്തൊരു മനുഷ്യന്മാർ! നിങ്ങൾ ക്ലാസ്സിന് വന്നതല്ലേ? നിസ്കരിപ്പിക്കാനാണോ ശരിയായിട്ട് വന്നേ? കള്ളുടിക്കരുത് എന്ന് പറയാനാണോ ശരിയായിട്ട് വന്ന്? അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം തന്നെ പറയേണ്ടത് കള്ളുടിക്കണ്ടെന്നല്ലേ? ബദരീങ്ങൾ വരെ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പള്ളർച്ച കള്ളുടിച്ചിട്ടില്ലേ? ആ ബദരീങ്ങൾ കൊണ്ടല്ലേ ഇപ്പൊ നമ്മളെ ഇടതിടുന്ന് തേടുമാണല്ലോ. ലാസ്റ്റ് നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ ബദരീങ്ങൾക്ക് ഇടതെടിച്ചല്ലേ നമ്മൾ ശരിയടാ. وكل مجاهد لله وأهل يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. അള്ളാഹുവേ ഏത് പ്രയാസം ബദരീങ്ങളെ കൊണ്ട് തീർക്കണം. ഈ ബദരീങ്ങളിൽ പലരും ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വളർച്ച കള്ളുടിച്ചവരാണ്. കള്ളുടിക്കലാതിരിക്കലാണ് ശരീഅത്തിന്റെ മർമ്മം എങ്കിൽ 1-ാം ദിവസം തന്നെ പറയുന്നത് ദാ ഞാൻ നബിയായി തീർന്നു, നീ ആരും കള്ളുടിക്കരുത്. അങ്ങനെയാണോ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് കുടിച്ചോളി, ലാ തഖറബു സ്വലാത്ത, നിസ്കാരത്തിന് നേരത്തെ കുടിക്കരുത്. അപ്പൊ എന്ത് ചെയ്യാ? ഐഷ നിസ്കാരം കഴിഞ്ഞിട്ട് കുടിക്കാം. എന്ത് പറ്റും? എന്തൊരു പഠിച്ചിട്ടാണ്. എന്നാൽ ശരീഅത്തിൽ എന്നെങ്കിലും അദിലിനെതിരായ കാര്യം അനുവദിച്ചിട്ടില്ല. 1-ാം ദിവസം തന്നെ പറഞ്ഞ് അദിലാണ്, നീതി. നീതിക്കെതിരെ സെക്കൻഡ് നടക്കൂല, അത് നടക്കാനല്ല. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ബദർ യുദ്ധം കഴിഞ്ഞിട്ട് കള്ളു കുടിച്ചതിൽ പ്രമുഖൻ ഒരാൾ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഒട്ടകത്തിനെ കുത്തിക്കൊന്ന കഥ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു? ബുഖാരിയിലില്ലേ? കുത്തിക്കൊന്നില്ലേ? എന്ത് യുദ്ധം കഴിഞ്ഞിട്ട്? കള്ള് ഒരു പെണ്ണാണ് ഒഴിച്ചു കൊടുത്തത്. സെൽമ എന്നായിരുന്നു അവളുടെ പേര്. കുഴിച്ചു കൊടുക്കുന്നതിനിടയിൽ ഇവള് പറഞ്ഞ് ഇജ് വലിയ പോക്കിരിയാന്ന് കേട്ടല്ലോ. ഇന്നലെ ബദറിലൊക്കെ ഇജ് വലിയ അഭ്യാസ പ്രകടനമൊക്കെ നടത്തിയെന്ന് കേട്ടോ ഹംസ. അത്ര വലിയ അഭ്യാസി ആണ് എങ്കിൽ ഒറ്റ കുത്തിനെ എനിക്ക് ഒറ്റകറ്റ കൊല്ലാൻ കഴിയുമെന്ന് ചോദിച്ചു. ആ 2 ഒട്ടകത്തെയും ഓരോ കുത്തിനെയും കൊല്ലുമെന്ന് ചോദിച്ചു. പൂസായി നിൽക്കുകയാണ് ആര്? സയ്യിദുന ഹംസ എന്ന് ഒറ്റക്ക് പറയല്ലേ. ഹംസ എന്ന് പറഞ്ഞാൽ പോലെ സയ്യിദ് കൂട്ടി കള്ളുടിച്ചു സയ്യിദ് കളയണ്ട. കുറച്ചാളുകൾ വെറും ഹംസ എന്ന് പറഞ്ഞു. സയ്യിദ് ഹംസ തന്നെ ആര്? കുട്ടി ആരാണ് ഈ ഹംസ? ഭൂമിക്ക് വേണ്ടി മുകളിൽ അള്ളാഹ്ക്ക് വേണ്ടി മരിച്ച ഏറ്റവും മഹാൻ ഹംസയാന്ന് റസൂൽ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്.
അതും വിശ്വസിച്ചോളി. പള്ള നിറച്ച് കള്ള് കുടിച്ച് കുത്തിക്കൊന്ന് ചുണ്ടില്. അതിന്റെ ശേഷമല്ലേ പക്ഷെ അവിടെ കാര്യം മനസ്സിലാക്കണം. ഒരു കള്ളൊന്നും കുടിക്കൂല, ഒരു സ്കാനൊന്നും ഒഴിവാക്കൂല എന്നൊക്കെ പറയണം. മൂപ്പർ നീതിമാനല്ലെങ്കിൽ ഇസ്ലാം മൂപ്പർ മുന്നിലായി ഒരു ഒന്നുമല്ല. കള്ള് എന്ന സാധനം എന്താണോ? ഒന്ന് വെള്ളം. വെള്ളം ഹലാലല്ലേ? വെള്ളം. കള്ള് എന്നത് എന്താണോ? കള്ള് എന്നാൽ എന്താണ്? ഒന്ന് വെള്ളല്ലേ? വെള്ളം ഹലാലല്ലേ? പിന്നെന്താ? മുന്തിരിയ. മുന്തിരി ഹലാലല്ലേ? പിന്നുള്ളത് ശർക്കര. ശർക്കര ഹലാലല്ലേ? അല്ലെങ്കിൽ കൊക്കോ ആണ്. കൊക്കോ ഹലാലല്ലേ? നിങ്ങൾ പറയണത് കേൾക്കിന്ന്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കി. കള്ളിൽ എല്ലാ വസ്തുക്കളും എന്താണ്? ഹലാലാണ്. ഒരു പ്രത്യേക അവസ്ഥയിൽ അത് ഹറാമായി. ഞാൻ അവസ്ഥ തകയ്യുറായ വീണ്ടും ഹലാലാവും. ഖംറ് ബിനഫ്സിഹി ഖല്ലായാൽ ഏറ്റവും നല്ല സാധനമാണ് ഖല്ല്. ഇത് മുസ്തഫ നബി കൊണ്ടടക്കും. കള്ള് എന്തൊക്കെയാ കള്ളിലുള്ളത്? ഒന്ന് വെള്ളം. വെള്ളം ഹലാലല്ലേ? പിന്നെന്ത് അതിലുള്ളത്? എന്താ? മുന്തിരി. മുന്തിരി ഹലാലല്ലേ? പിന്നെ ശർക്കര ഹലാലല്ലേ? കൊക്കോ ഹലാലല്ലേ? പിന്നെന്താ? അത് നശയുണ്ടാക്കുന്ന ആൽക്കഹോൾ എന്ന അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയാണത്. ആ അവസ്ഥയിൽ അതെന്താവും? ഹറാമാവും. ഇനി അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് അതെന്തായി? ബിനഫ്സിഹി നശ നീങ്ങിയാൽ അതെന്തായി? ഖല്ലായി. ഖല്ല് ഏറ്റവും നല്ല സാധനല്ലേ? ഏറ്റവും നല്ല കറി സുർക്കയാണ്. ഖാല റസൂലുള്ളാഹി നിഅമൽ ലിദാമു അൽ ഖല്ല്. ഏറ്റവും നല്ല കറി സുർക്കയാണ്. മാ ഫഖറൻ ലൈസ ഫഖറുൻ ഫീ ബൈത്തിൻ ഫീൽ ഖല്ലു ഔ കമാ ഖാൽ. സുർക്ക ഒരു വീട്ടിലുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. ഹബീബായ നബി പറഞ്ഞു, ഒരു വീട്ടിൽ സുർക്കയുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല. നിങ്ങൾ എന്ന് പറയുന്ന സിന്തറ്റിക് സുർക്കല്ല. എന്ത്? കള്ള് മാറിയ സുർക്ക. അതാണ് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? ഏത് സുർക്ക? നിങ്ങളെ ഇന്നത്തെ പീടിയെന്ന് കൊണ്ടുവരുന്ന എന്തല്ല? കെമിക്കൽ സുർക്കല്ല. എന്ത്? കള്ള് മാറിയ സുർക്ക. അത് എങ്ങനെ മാറണം? ബിനഫ്സിഹി. അതിക്കൊരു സാധനം ഇട്ട് മാറ്റാൻ പറ്റില്ല. ഈ വസ്തു അങ്ങനെയാണ് സുർക്കാവുക. അങ്ങനെ സുർക്കാവുക. അതാണ് ഒറിജിനൽ സുർക്കയും. എന്ത്? കള്ളോ? കള്ളോ സുർക്ക ആയാൽ മതി. അതിനത് അങ്ങനെ ആക്കാൻ പറ്റാത്ത എന്തെങ്കിലും കണ്ടന്റ് അതിൽ ഇട്ടിട്ടുണ്ടാവും. അത് കള്ളിന്റെ പുറമെ ഈ അവസ്ഥ നിലനിർത്താവുന്ന ഒരു കണ്ടന്റ് അതിൽ ഇട്ടിട്ടുണ്ടാവും. മനസ്സിലാവും? അതല്ല ഒറിജിനൽ. എന്ത്? ഖംറ്. ഈ ഖംറ് ഒരു പരിധി കഴിഞ്ഞാൽ ബിനഫ്സിഹി അതെന്താവും? ഞാൻ പണ്ടൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ സാധനങ്ങൾ അവർ ഉണ്ടാക്കുമ്പോൾ അവര് ഭരണി മൂടിക്കെട്ടും. ഇത്ര ദിവസം കൊണ്ട് അത് നശയിലാവും, ഇത്ര ദിവസം കൊണ്ട് ഖംറിലാവും. ആദ്യം എന്താവും? കള്ളോ, പിന്നെയോ സുർക്കാവും. അപ്പൊ സുർക്കാക്കാൻ കുറെ താമസമുണ്ട്. ഇനി ഇത് പുതിയൊരു സാധനത്തിലേക്ക് ഇടാൻ പാടില്ല. ബിനഫ്സിഹി ഖംറ് ഖല്ലായാൽ ഒന്നാം നമ്പർ സാധനല്ലേ? ഖല്ലുള്ള വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞല്ലേ? ഖല്ല് ഖംറ് രണ്ടും ഒന്നല്ലേ? ഖല്ല് ഖല്ല് ഖംറ് ഖല്ല് എന്നർത്ഥം സുർക്ക, ഖംറ് കള്ള്. മനസ്സിലായല്ലോ? പക്ഷെ എന്നത്തെ ബാറ്ററി കുത്തിക്കാലത്തെ കള്ളല്ല. എന്ത് പറയാ കുട്ടി? മുന്തിരി, ശർക്കര, വെള്ളം ഇതൊക്കെ ഒരു പ്രത്യേക ചേരുവയിൽ ഇട്ടിട്ട് അടച്ചിട്ട് വെക്കും. അതാണ് എന്താവണത്? ഒരു ചില്ലറ ദിവസം കൊണ്ട് എന്താവും? കള്ളാവും. അത് കഴിഞ്ഞിട്ട് സ്വയം അത് പിന്നെ എന്താവും? സുർക്കാവും. അത് ഏറ്റവും നല്ല സാധനമാണ്. എന്ത്? സുർക്ക. കുട്ടിയെ ബുദ്ധിയോടുകൂടെ ഇതിന്റെ അർത്ഥം ഖംറ് എന്താണെന്നല്ല, ഖംറ് എന്തെന്നെ
ഹറാമ് തന്നെ. പക്ഷെ അത് സ്വയം ഹലാലാവുന്നൊരവസ്ഥ ഇനി വരും. മുമ്പും ഹലാല്, മുമ്പ് അതിന്റെ കണ്ടന്റുകൾ ഓരോന്നും എന്തായിരുന്നു? ഹലാലായിരുന്നു. പ്രത്യേക അവസ്ഥയിൽ എത്തിയപ്പോൾ അത് ഹറാമായി. ഇനി ഒരവസ്ഥ കഴിഞ്ഞാൽ വീണ്ടും അത് ഹലാലായി. നേരെ മറിച്ചോ നീതിയോ അനീതിയോ ഒരു കാലത്തും ഹലാലാവൂല. അനീതി ഒരു കാലത്തും ഒരവസ്ഥയിലും അനീതി ഹലാലാവൂല. മനസ്സിലായോ? പറ, വളരെ ചിന്തിക്കണം. കള്ള് ഹലാലാൻ വകുപ്പുണ്ട്. കള്ള് സ്വയം എന്തായാൽ മതി. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ മദ്രസയിൽ പഠിക്കാത്തതിന് എന്നോട് പറയണോ? നിങ്ങളെ മദ്രസയിൽ പഠിച്ചിട്ടില്ലടോ കള്ളൊറ്റക്ക് സുർക്കയായാൽ ഹലാലാവെന്ന് പഠിച്ചിട്ടില്ലടോ? മദ്രസയിൽ പഠിക്കാതെ വെറുതെ നോട്ടീസ് വായിച്ചോ നടന്നാ മതിയാ? പഠിച്ചിട്ടില്ല നിങ്ങൾ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മളെ മദ്രസയിൽ പുസ്തകത്തിലില്ലേ? പിന്നെന്താ നിങ്ങൾ മേപ്പിടോക്കി ഇരിക്കണത്? പിന്നെന്താ ഞാനൊരു പറയുമ്പോ എന്തോ ഒരു പുതിയ ഇസ്ലാം പറയണ മാതിരി എന്റെ മോട്ടേക്ക് കണ്ണുറ്റി നോക്കണത്? നിങ്ങൾ പഠിച്ചല്ലേ കള്ള് സ്വയം. പിന്നെ ഖംറിനെ കല്ലാക്കാൻ പുതിയ ഒരു സാധനം അതിലിടാൻ പാടില്ല. ഖംറ് നേരത്തെ ഹലാലായ വസ്തുക്കളാ. ഖംറ് മൂത്രിച്ചാ പറ്റൂല. അതിന് ഹലാലായ വസ്തുക്കൾ ഈ ഭരണിയിലിടണം. ഏതൊക്കെ ഹലാലായ വസ്തു? വെള്ളം, മുന്തിരി, ശർക്കര. ഇനി അതിന്റെ ഇത്തരം ഹലാലായ കണ്ടന്റുകൾ അതിലിട്ട് ഭരണി അടച്ച് ഈ നിപുണനായ ഇവൻ അറിയാം ഇത്തരം മണിക്കൂർ കൊണ്ട് ഇത് എന്തായി കള്ളാകുന്നറിയാം. ആ സമയത്ത് എടുത്തിട്ട് അവർ ഉപയോഗിക്കും. അതാണ് കള്ള്. അപ്പൊ അത് തുറക്കൂല. ആ ഭരണിയുടെ മൂടി തുറക്കൂല. ചില്ലറ ദിവസങ്ങൾ ഉണ്ടാവും. അവർക്ക് അറിയുന്ന നിപുണന്മാരെ അവർക്ക് അറിയും. ആ ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാലോ കള്ളിന്റെ അവസ്ഥ മാറിയിട്ട് അത് സ്വയം എന്തായിട്ടുണ്ട്? സുർക്കയായി. അത് ഹലാലല്ലേ? അതല്ലേ റസൂലുള്ളാഹിന്റെ ഏറ്റവും നല്ല അറിയും. മനസ്സിലായ പറഞ്ഞത്? ഇതിനാണ് എന്ത് പറയാ? കല്ല് ഹലാലാണ്. മാത്രല്ല കല്ലുള്ള വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് റസൂൽ പറഞ്ഞല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ നേരെ മറിച്ചോ ഇതെന്തിനാ പറഞ്ഞത്? ഇതൊന്നല്ല ശരീഅത്തിന്റെ മർമ്മം. ശരീഅത്തിന്റെ മർമ്മം അതിലാണ്. കള്ളുടിക്കാന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. കള്ളിനെ കാരണം പറഞ്ഞത് ഇന്നമ. കള്ളിന് കാരണം പറഞ്ഞു കൊടുത്ത് എന്താ പറഞ്ഞ? ഇന്നമാ യുരീദു ശൈത്വാനു ലിയൂഖഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. നിങ്ങൾ കള്ളുടിക്കരുത്, നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കും, തല്ലുണ്ടാക്കും. ഞാനതിനൊക്കെ പറഞ്ഞല്ല. എന്താ കാരണം പറഞ്ഞ? ഈ നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കും ആര്? ശൈത്താൻ. ഇത് ശൈത്താന്റെ പാനീയാണ്. ഇത് നിങ്ങൾ കുടിക്കരുത്. നിങ്ങൾ കുടിച്ചാൽ നിങ്ങൾക്ക് ഇതോടുകൂടെ എന്താവും? ആക്കിന് പോവും. അപ്പം മിത്രത്തെ ശത്രുവായി തോന്നും, ശത്രുവിനെ മിത്രമായി തോന്നും. അപ്പോൾ നിങ്ങൾക്കിടയിൽ തല്ലണ്ടോനല്ല തല്ലുണ്ടോനെ തലോടുള്ളവനെ തല്ലും. എത്രാമത്തായത്? 90. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു. പ്രതിഷ്ഠകളും നാട്ടക്കുറ്റികളും പ്രശ്നം നോക്കലുകളും എല്ലാം രജിസും മിൻ അമലി ശൈത്താൻ. കള്ള് അടക്കമുള്ളതെല്ലാം രജിസും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ട മാലിന്യമാണ്. ഫജ്തനിബൂഹു. ഈ സാധനത്തെ നിങ്ങൾ വർജിക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ. അപ്പോഴേ നിങ്ങൾ വിജയിക്കുള്ളൂ. ഇനി അടുത്ത വാക്ക് ഇന്നമാ യുരീദു ശൈത്താൻ. പിശാച് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനാണ്. ബൈനക്കും നിങ്ങൾക്കിടയിൽ അൽ അദാവത്ത ശത്രുതയായി വൽ ബഗ്ളാ പരസ്പരമുള്ള എന്താ പറയാ? ബഗ്ളാ വിദ്വേഷം. നിങ്ങൾക്കിടയിൽ ശത്രുതയെയും വിദ്വേഷത്തെയും ഉണ്ടാക്കാനാണ് ഇതുവഴി ആര് ശ്രമിക്കുക? ശൈത്താൻ ശ്രമിക്കുക. ഫിൽ ഖംരി വൽ മൈസിരി. നിങ്ങൾ കള്ളുടിക്കുമ്പോഴും ചൂടാടുമ്പോഴും നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ആര് ശ്രമിക്കും? ശൈത്താൻ. ഫഹൽ അൻതും മുൻതഹൂൻ. ഇനിയെങ്കിലും നിങ്ങൾക്കത് നിർത്തിക്കൂടെ? യസുദ്ദക്കും അൻദിക്രില്ല. അള്ളാന്റെ ദിക്റിനെ തൊട്ട് നിങ്ങളെ തടയും ചെയ്യും. കാരണം നിങ്ങൾക്ക് ബോധമല്ലല്ലോ. വാൻസല നിസ്കാരത്തിനെ തൊട്ടും തടയും. കാരണം നിങ്ങൾക്ക് ബോധമല്ലല്ലോ. ഫഹൽ അൻതും മുൻതഹൂൻ. അപ്പോൾ ഇവിടെ എന്താ? നാം ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, മനസ്സിലായില്ലേ? ശത്രുത ഉണ്ടാക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്? പിശാച് ചെയ്യും. എന്തിലൂടെ? കള്ളിലൂടെ. അപ്പോൾ കള്ള് എന്നതിനെ ഹറാമാകാൻ ന്യായം പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ തല്ലാൻ പാടില്ലാത്തവനെ പിന്നെ പോയി എന്ത് ചെയ്യും? തല്ലും. വർത്താനം പറഞ്ഞ് തീരേണ്ടതിൽ നിങ്ങൾ കൊത്തിക്കൊല്ലും. എന്തോ ഒരു അഭിപ്രായക്കേടുണ്ട്. വർത്താനം പറഞ്ഞ് തീരേണ്ടതാണ്, പക്ഷെ കത്തി കൊണ്ടാ വന്നത്. കാരണം പിന്നെ തലയിൽ എന്താണ്? കള്ളിന്റെ നശയാണ്. കാരണം ഇസ്ലാം പറഞ്ഞത് എന്തിനാണ്? നീതിക്കാണ്. ഇവിടെ നീതിക്കാണ് നടപ്പിലാവും. എന്ത് കുടിച്ചാല്? കള്ളുടിച്ചാല്
പറഞ്ഞത് മനസ്സിലായി. കുട്ടികളെ ചിന്തിക്ക് ഇത് കൊടുക്കി. അപ്പോൾ അസിൽ പിന്നെയും എന്തിലേക്ക് മടങ്ങി? നീതി അതന്നെ. കണ്ണിലെണ്ണ ഒഴിച്ച് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന പമ്പറന്നോളം നേരെ വാതിനം തുറന്നാൽ കരിയാ ഞാൻ 3 ലക്കം ചെല്ലിന്നറിയും. കാരണം പിന്നെ തല്ല എന്താ കള്ളാണ്. ആ പാവപ്പെട്ട പെണ്ണോട് നീതി ചെയ്തില്ല. മനസ്സിലായില്ല. കാരണം ഇവൾക്ക് അനീതിയാ ചെയ്തത്. കാരണം ഇവളെ തൊലാക്കല്ലാണ്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ തൊലാക്കല്ലേ അനീതി. കാരണം പിന്നെ തന്നിലെന്താ കള്ള. അപ്പൊ ഇവിടെ പ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? പ്രശ്നത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താ? അനീതി. കാരണം എന്തിനാ ദീന് വന്നത്? നീതിക്ക് വേണ്ടി. നോക്ക്, നീ ഹരീതെടുക്ക്. ലഖദ് അർസൽനാ, തീർച്ചയായും നാം അയച്ചു, റുസലന നമ്മുടെ മുർസലീങ്ങളെ, ബിൽ ബയ്യിനാത്തി വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട് പറഞ്ഞയച്ചു. വഅൻസൽനാ മഅഹും അവരുടെ കൂടെ നാം ഇറക്കുകയും ചെയ്തു അൽ കിതാബ വേദഗ്രന്ഥത്തെ, വൽ മീസാന തുലാസിനെയും. അതൊക്കെ പോകാൻ അത് പഠിച്ചോ. അതിന്റെ അപ്പുറത്ത് പോണെങ്കിൽ ഇപ്പൊ അത് പഠിച്ച. ആ മുർസലീങ്ങളോട് കൂടെ ഞാൻ എന്തിനെ ഇറക്കി? കിതാബിനെയും ഇറക്കി. മീസാൻ പറഞ്ഞാല് തുലാസിനെ ഇറക്കി. എടാ, ദുന്യാവിൽ ഏതെങ്കിലും ഒരു നബി തുലാസം കൊണ്ട് നടന്നീന? അടുത്ത ആഴ്ചൊക്കെ അങ്ങനെ പോകന്നെ. അടുത്ത പകുതി വായിച്ചപ്പോ മറെടുത്തോ. ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ഇത് പറയും ചങ്ങാതിമാരെ. നിങ്ങളിപ്പോ വാക്കിന്റെ അടുത്ത ആയത്തിന്റെ അർത്ഥം ചോദിക്കായിരുന്നല്ലോ എന്നോട്. ഈ ആയത്തിൽ എനിക്ക് മനസ്സിലായോ? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തവുമായി ഞാൻ നബിമാരെ പറഞ്ഞയച്ചു. വഅൻസൽനാ മഅഹും നബിമാരോട് കൂടെ ഞാൻ ഇറക്കി അൽ കിതാബ കിതാബിനെയും വൽ മീസാന തുലാസിനെയും. അപ്പൊ മുർസലിങ്ങൾക്ക് 2 സാധനം കിട്ടിയത്. ഏതൊക്കെ? കിതാബും തുലാസും. ഏതെങ്കിലും ഒരു മുർസലിന് തുലാസ് കിട്ടിക്കണോ? നിങ്ങൾ ഇവിടെ എന്താ ഒന്ന് ഉറങ്ങാതെ വർത്താനം പറയും. ഏതെങ്കിലും ഒരു നബിക്ക് എടാ അള്ളാഹു തആല തുലാസ് ഇറക്കി കൊടുത്തിക്കണ? ഇല്ല. എന്താ ഇറക്കിന്ന് പറഞ്ഞില്ലേ? എവിടെയാ തുലാസ്? അതാണ് പറഞ്ഞത്. ഈ കിതാബും തുലാസും ഇറക്കി എന്ന് പറഞ്ഞ ഈ കിതാബിന്റെ ഉള്ളിൽ ആകെ ഒന്നാളുള്ളത് എന്ത്? നീതി. പറഞ്ഞത് മനസ്സിലായില്ല കുട്ടികളെ? അതാണ് പറഞ്ഞ. അല്ലാതെ എന്തല്ല തുലാസല്ല. കിതാബ് കിട്ടിയ ഉടനെ തന്നെ മുർസലിങ്ങൾക്ക് കിതാബും തുലാസും ഇറക്കി എന്ന് പറയുമ്പോൾ ഒരു മുർസലിന് കിതാബ് കിട്ടി. അപ്പൊ പറഞ്ഞു ഞാൻ പ്രബോധനത്തിന് ഇറങ്ങണില്ല, കാരണം അടുത്ത 15-ാം തീയതിയാണ് തുലാസ് കിട്ടുക. അങ്ങനെ തുലാസ് ദുന്യാവിൽ ഒരു നബിക്ക് അല്ലാഹ് ഇറക്കി കൊടുക്കണ. എന്നാൽ ഇവിടെ എന്തേ പറഞ്ഞേ? മൂസൈബ് നോക്കടാ, നിന്റെ പോത്താണോ ഇത്? മൂസൈബ് നോക്കി ഓതടാ, നോക്കിയടാ. നാം ഇറക്കി മഅഹും മുർസലിങ്ങളോട് കൂടെ ഞാൻ ഇറക്കി എന്ത്? അൽ കിതാബ കിതാബിനെ ഇറക്കി, വൽ മീസാന തുലാസിനെയും ഇറക്കി. ഇക്കാലം വരെ ഒരു നബിക്കുള്ള തുലാസിനെ ഇറക്കി. അപ്പൊ തുലാസ് എന്തെന്നെ? കിതാബന്നെ. അപ്പൊ ഈ കിതാബ് കിട്ടിയാൽ ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ട സാധനമാണ് എന്ത്? നീതി. വേറെ ഒക്കെ അള്ള പൊറുക്കും, ഇത് പൊറുക്കൂല. എനിക്ക് പറഞ്ഞ മനസ്സിലായോ? 50 കൊല്ലം നിസ്കരിക്കാത്ത പൊറുക്കും, 50 പൈസന്റെ അനീതി പൊറുക്കൂല. കാരണം കിതാബിന്റെ മർമ്മം നിസ്കാരല്ല, നീതിയാണ്. എന്നിട്ട് എന്താ അടുത്ത വാക്ക്? ഈ കിതാബിനെ ഇറക്കിയതും മീസാൻ ഇറക്കിയതും നീതിയോടുകൂടെ മനുഷ്യർ വർത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇരുമ്പിനെയും ഇറക്കി. ഞാൻ എന്തും ഇറക്കി? ഇരുമ്പ് ഇറക്കി. വെള്ളി അതിനേക്കാൾ വിലല്ലടാ വെള്ളിക്ക്. 1 കിലോ ഇരുമ്പിന് എത്ര? 1 കിലോ സ്വർണത്തിന് എത്ര? 1 കിലോ സ്വർണത്തിന് എത്ര? 1 കിലോ സ്വർണത്തിന് എത്ര? 20,000. 1 കിലോ സ്വർണത്തിന് 1 കിലോ സ്വർണത്തിന് എത്ര? നിങ്ങൾ കച്ചവടക്കാരും മുതലാളിമാരും ഒരു അന്താജ് കണക്ക് പറയും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ സ്വർണ്ണ കച്ചവടം തുടങ്ങണില്ലല്ലോ. നിങ്ങളൊരു കണക്ക് പറയും. 1 കിലോ എത്ര? 22 ലക്ഷം അല്ലേ? അല്ല, അതന്നെ 22 ലക്ഷം റുപ്യാണ് 1 കിലോ സ്വർണത്തിന്. 1 കിലോ ഇരുമ്പിന് 50 കാല് റുപ്യ. 50
50 ഉറുപ്പ്യക്ക് നാസ്തട്ടൂല. മനസ്സിലായില്ല? 50 ഉറുപ്പ്യക്ക് കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ കയറിയിട്ട് ധൈര്യമായിട്ട് എന്തിനു പറ്റൂല എന്നാ ഒരു നെയ്യപ്പം ചായയൊക്കെ കുടിക്കാൻ ധൈര്യമായിട്ട്. എന്ത് നടക്കൂല. ചില പീടി അതും നടക്കൂല. കാരണം ചില പീടിയിൽ ചായക്ക് തന്നെ 10-40 ഉറുപ്പ്യ കൊടുക്കണം. അങ്ങനത്തെ പീടിയ കോഴിക്കോട്ടങ്ങടിയിലുണ്ട്. മനസ്സിലായി പറഞ്ഞത്? ഒരു ചായയും കടിയും മര്യാദക്ക് കിട്ടൂല. 50 ഉറുപ്പ്യ ആ പൈസയുള്ളൂ. എന്തിന്? 1 കിലോ ഇരുമ്പിന്. സ്വർണത്തിനോ 22 ലക്ഷം 1 കിലോത്തിന്. എന്നിട്ട് ഈ സ്വർണ്ണം ഇറക്കിയ അള്ള വർത്താനം അള്ള പറഞ്ഞല്ല. എന്ത് പറഞ്ഞ്? ഇരുമ്പിറക്കി. എന്തേ പറയാൻ കാരണം? നീതികേടാണ് വന്നാലേ കഴുത്തിന് കൊട്ടാ ഈ സ്വർണം പറ്റൂല, ഇരുമ്പേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇസ്ലാം വന്നത് നീതിക്ക. ഇവിടെ ഇസ്ലാമിന്റെ ഒരു ചിഹ്നാണ് എന്ത്? വാള്. എന്തിന്? ഇവിടെ വേദഗ്രന്ഥം ഇറക്കിയത് എല്ലാരും നെറ്റിച്ചൂട്ടുണ്ടാക്കാനല്ല, നീതിക്ക. അതുകൊണ്ട് ആ സ്വർണത്തിന്റെ പേര് പറയാത്ത. സ്വർണ്ണ അതിന് പറ്റൂല. സ്വർണ്ണ അല്ലെങ്കിലും പാവപ്പെട്ട സാധന. പൊട്ടന. ആര്? ഭാഗ്യം കിട്ടലോ ആണ്. ആര്? സ്വർണം. ഭാഗ്യം കിട്ടലോ ആണ് സ്വർണം. കാരണം സ്വർണം ഉപയോഗിക്കുന്നത് ആർക്കാണ്? പെണ്ണുങ്ങൾക്ക. കുഞ്ഞനാക്ക് സത്യാക്കിന് ബുദ്ധി കുറഞ്ഞവരാ. ഇരുമ്പ് വാള് ആൺകുട്ടികൾ പിടിക്കുന്നതാ. വാഫിർ ഹാക്കലുള്ളവനാ ഭാഗ്യക്കാരനായ ലോഹം ഇരുമ്പ. ആൺകുട്ടികൾ കൈ പിടിക്കുന്നതാ ഇരുമ്പ്. ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ ഇടുന്നതാണ് എന്ത്? തലയിൽ വല്ല സാധനം ചിന്തിച്ചടാ. മനസ്സിലായ പറഞ്ഞത്? ചിന്തിക്ക്. ഇതിന് പണി കൊടുക്ക. അവരോട് കൂടെ ഞാൻ ഇറക്കി അൽ കിതാബ, കിതാബിനെയും വൽ മീസാന, മീസാനെയും. ഈ കിതാബും മീസാൻ ഉള്ളടങ്ങിയ മീസാനും ഞാൻ ഇറങ്ങിയത് ജനങ്ങൾ നീതിയോടെ പ്രവർത്തിക്കാനാണ്. ഹദീദ്, അതോടുകൂടെ ഞാൻ ഇവിടെ എന്തു ഇറക്കിയിട്ടുണ്ട്? ഇരുമ്പ് ഇറക്കി. എപ്പോൾ നീതി പോയോ കഴുത്തിന് വെട്ടിക്കോ. സംഗതികളാണുള്ളതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഷെയ്ക്കാൻ ചെയ്തിട്ട് അൽഹംദുലില്ലാ എന്തൊരു മുഹമ്മദ് നബിയാണ്, ഇതാ ഇങ്ങനെയല്ലേ, ഇത് വല്ലാത്ത മുഹമ്മദ് നബി അല്ലേ, വലിയ ബെസ്റ്റ് ഓഫ് ലക്കാണല്ലേ, അത് ഭയങ്കരം, നമ്മൾ ഭയങ്കര ലക്കല്ലേ അടിച്ചത്, ഈ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് നമുക്ക് ഇവിടെ മാത്രല്ല അവിടെ ഉണ്ട് അത്രേ. ഇത് പറഞ്ഞത് ഈ മനുഷ്യനോട് പറയാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട് ശരിയല്ല, ഉണ്ടാവില്ല. എന്റെ ഇവിടെ ഈ വീട്ടിലുള്ള നീതി നടപ്പിലാക്കിയാലേ ആ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പ്രശ്നം എവിടെയാണ്? നീതിയാ. അതന്നെ. അപ്പൊ നീതി നടപ്പിലാകൂലെങ്കിൽ പിന്നെ നല്ലത് എന്താണെന്നറിയോ? കാറ് തിരിക്കാതെ പോരാ. നേരെ മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിലെത്തിയപ്പോ ഒരാൾ കൈ കെട്ടി. നിങ്ങൾക്ക് ഇവിടെ പെണ്ണുങ്ങൾ കുട്ടികൾ അങ്ങനല്ലോ. മനസ്സിലായില്ല. മൂത്തേടത്തുനിന്ന് വിട്ട് നേരെ പോന്ന് വാട്ടർമാർക്ക് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ നിന്ന് 4-5 ആളുകൾ കുത്തിക്കാട്ടുകാർ. ഇതിപ്പോ അങ്ങനെ വിട്ടാ കഴിയൂലല്ലോ, ഇയാളത് ശരിയാക്കണല്ലോ. ഇയാളിപ്പോ പെണ്ണിട്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടിനെ നാശാക്കി തിന്നാനും കൊടുക്കില്ല, ചെലവും കൊടുക്കുന്നില്ല. ഇയാളെ കൈകാര്യം ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് മെഡിക്കൽ കോളേജ് സ്റ്റോപ്പിൽ നിന്ന് ഒരാള് 2-4-5 കുണ്ടന്മാര് കൈ കാട്ടി ഇത് നിർത്തണല്ലോ. നിർത്തി മൂല്യരെ, വണ്ടി നിർത്തിയാൽ നിങ്ങളിവിടെ പെണ്ണിട്ടില്ല മൂല്യരെ വെച്ചാ ഞാൻ കട്ടിട്ടില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഇവിടെ കുട്ടികളുടെ പോലെ ഞാനറിയില്ലല്ലോ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? സത്യത്തിൽ സമാധാനത്തിനും സുഖത്തിനുള്ള സംഗതിയെ അവിടെ ഞാൻ നിഷേധിക്കുക. എന്തുകൊണ്ട്? അത് നിഷേധിക്കാനേ പറ്റുള്ളൂ. നിഷേധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നീതി നടപ്പിലാക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ മർമ്മം. നോക്ക്, അവിടെ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? കയ്യുമ്മനാണ് പണിയെടുക്കണം. മനസ്സിലായില്ല? പിന്നെ അവിടെ ഇനി എന്താ പണി? ഇനി നീതി നടപ്പിലാക്കാൻ ഇനി മൂപ്പനോട് അങ്ങോട്ട് വയറു പറഞ്ഞിട്ട് കാര്യമല്ല. വയറിന്റെ അതിന്റെ അപ്പുറം വയറിന് മൂപ്പനെ ഇങ്ങോട്ട് പറയും. അത് പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ ഇനി അവിടെ സാധനം എന്താ? ഇരുമ്പ്. വീശങ്ങട്ടിന്ന് ഊര്യ. മനസ്സിലായില്ല? മലപ്പുറം കത്തിന്റെ ഊര്യ. മൂപ്പർ പറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ മാപ്പാക്കണം, ഇനി അടുത്ത ആഴ്ച മുതൽ ഉണ്ടാവില്ല. നിങ്ങൾ ഊരാൻ വേണ്ടിയും കുത്താൻ വേണ്ടിയും പറയല്ല. നിങ്ങളോട് കുത്തും വേണ്ട. കുത്തിയ ആളുകൾക്കും ഇതിലൊരു ഉത്തരവാദിത്വമല്ല. ഇത് കുത്തണ ക്ലാസ്സും അല്ല. ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്. അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? നീതിയാ. ഇതിവിടെ നടപ്പിലാക്കും, കുത്തുന്നുണ്ട്. അത് നമ്മളല്ല, സർക്കാർ കുത്തും. ഈ കുത്തല്ല. മനസ്സിലായില്ല? അതിനേക്കാൾ വലിയ കുത്തും ആര്? സർക്കാർ കുത്തണം. അതിനവർക്ക് ഇരുമ്പ് കണപ്പിന് ഓല് കൊടുത്തതാണ്.
മനസ്സിലായില്ലേ? കോടതി ചെന്ന പ്രധാനപ്പെട്ടത് എന്താണ്? ത്രാസാണ്. മനസ്സിലായ? എവിടെയും അത. അപ്പൊ ഈ മുർസലീങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങൾ വഴിപ്പെട്ടില്ല? മുർസലീങ്ങൾക്ക് വഴിപ്പെട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? അതുകൊണ്ട് വലിയ ആളുകൾ നീതി നടപ്പിലാക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് മുർസലീങ്ങളെ തള്ളി പറയും. ഖിയാമത്ത് നാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ഖിയാമത്ത് നാളെന്ന് അവർ പറയും. അതെന്തുകൊണ്ട്? നീതി നടപ്പിലാക്കാൻ അവർക്ക് താല്പര്യമില്ല. കീഴുള്ള ആളുകളും പറയും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് മുർസലീങ്ങളൊക്കെ ലാഭം ആരെ കയ്യുന്നാണ്? അത് കിട്ടുമെന്ന പ്രതീക്ഷ. കാരണം മുസ്ലിങ്ങളൊന്നുമില്ലല്ലോ, മറ്റൊരു കയ്യുന്നല്ലേ കിട്ടുമെന്ന്. മനസ്സിലായോ പറഞ്ഞത്? ഇത് തന്നെ ആയത്തിലേക്ക് നോക്ക്. ആ ആയത്ത് കൂടി നോക്കിയാൽ പിന്നെ വലാ യുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ ഹത്താ ഇദസ്തൈഅസ റസൂൽ യൂസുഫിലേക്ക് നോക്ക്. യൂസുഫ് ഒരു മിനിറ്റ് യൂസുഫിലേക്ക് നോക്ക്. യൂസുഫ് ഓതിയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഹത്താ ഇദസ്തൈഅസ റസൂൽ മുർസലീങ്ങൾ നിരാശ ബാധിച്ചു. പിന്നെ വലന്നു അന്നഹും ജനങ്ങൾ വിചാരിക്കുകയും ചെയ്തു കത് കുതിബു അവരോട് പറഞ്ഞത് കളവാണെന്ന് വിചാരിച്ചു. അവരുടെ അടുത്തെത്തുന്ന നമ്മുടെ സഹായം. പിന്നെ ഫനുജ്ജി അപ്പോൾ രക്ഷപ്പെടുത്തപ്പെടുന്നതാണ് മന്നശാവ് നാം ഉദ്ദേശിച്ചവരെ നാം അവിടെ രക്ഷപ്പെടുത്തും. നമ്മുടെ ശിക്ഷയെ തടയപ്പെടുകയില്ല അനിൽ ഖൗമിൽ മുജ്രിമീൻ അക്രമികളെ തൊട്ട്. അപ്പൊ നമ്മൾ ശിക്ഷ നടപ്പിലാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആദ്യകാലത്തൊക്കെ എന്ത് ചെയ്തിരുന്നു? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ആദ്യകാലത്തൊക്കെ മുർസലീങ്ങളെ കളവാക്കി ഖിയാമത്ത് നാളെ നോക്കി ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു പരിധി വരെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? നശിപ്പിക്കും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ആ പതിവിനെ അള്ളാഹു എടുത്തു കളഞ്ഞു. എന്തുകൊണ്ട്? ആഖിർ സമാന നബിയാണ് മുഹമ്മദ് നബി. ഇനി ഒറ്റ പരിപാടിയുള്ളൂ. ഇനി ഇടക്കിടക്ക് പരിപാടി ഉണ്ടാവില്ല. ചില ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുന്ന മാത്രം. അടിച്ച് ശരിയാക്കുന്ന ഒരു പരിപാടിയും ഉണ്ടാവില്ല. മനസ്സിലായി? കാരണം ഇത് പറ്റ അവസാനിപ്പിക്കാൻ ആയി. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് തന്നെ നബിയു ആഖിരി സമാൻ ആണ്. നബിയു ആഖിരി സമാൻ. നബിയു ആഖിരി സമാൻ, അവസാന കാലത്തെ നബിയാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ള വന്നിട്ട് പിന്നെ ഇവിടെ ചെറിയ കളിയൊന്നും നടക്കൂല. പിന്നെ മൊത്തം അടിയേ ഉണ്ടാവുള്ളൂ. ആ കാലത്തെ ജനങ്ങൾ എന്നാണ് ഈ ഖിയാമത്ത് നാളിനോട് അള്ളാഹിനെ ശിക്ഷ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഒരു പരിധി വരെ ക്ഷമിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? അടിക്കും. ഏത് കാലം വരെ? റസൂലുള്ളാഹിന്റെ കാലം വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് പഴയ കാലത്ത് തന്നെ ആ ജനങ്ങൾ അള്ളാഹു അടിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹൂദ് നബിയുടെ ജനതയെ അടിച്ച്, സ്വാലിഹ് നബിയുടെ ജനതയെ അടിച്ച്, നൂഹ് നബിയുടെ ജനതയെ അടിച്ച്, ഇങ്ങനെ ഇവരെല്ലാം അടിച്ചിട്ടുണ്ട്. ആരെ കാലം വരെ? മുത്തറസൂലിന്റെ കാലം വരെ. മുത്തറസൂലിന്റെ പേര് തന്നെ എന്താണ്? നബിയു ആഖിരി സമാനാണ്. നബിയു ആഖിരി സമാനാണ് തന്നെ. അലാമാത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അടയാളം. അൽ ഊല, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. അൽ ഊല ഒന്നാമത്തേതാ? ബിഅസത്തു മുഹമ്മദ് നബി ഭൂമിയിൽ വരിക കഴിഞ്ഞ്. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ അടയാളാണ് എന്ത്? മുഹമ്മദ് നബി വന്ന ഖിയാമത്ത് നാളോ? മനസ്സിലായ പറഞ്ഞ അങ്ങനെയാണ്. പിന്നെ 1000 ചില്ലാനം കൊല്ലം കഴിഞ്ഞു വന്നു. അത് നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന 1000 കൊല്ലാണ് അള്ളാന്റെ അടുക്കൽ ഒരു ദിവസം. ഇപ്പൊ 1.5 ദിവസമായി. അത്രേ ഉള്ളൂ. അങ്ങനെ അടിയിൽ വരും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അത്ര അടി വരും. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം ആരാണ്? റസൂലാണ്. അപ്പൊ ഈ റസൂൽ വന്നത് കൊണ്ട് ഇനി പെട്ടെന്നൊരു അടിയൊന്നും അടിക്കൂല. അങ്ങനെ ഒരു അവസരം വരെ എങ്ങനെ ഒറ്റ അടി പിന്നെ അടിക്കും. അള്ളാഹു നമ്മളെ കാത്ത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഓരോ മുർസലിന്റെ കാലത്ത് തന്നെ അടി കിട്ടിയിരുന്നു. അതാണ് എന്ത്? ഫനുജ്ജിയ മന്നശാവ്, അടി കിട്ട് വരും. ഹത്താ ജാഅഹും നസ്റുനാ എന്നല്ലേ, നമ്മളെ സഹായം എത്തും. ഫനുജ്ജിയ മന്നശാവ്, നാം ഉദ്ദേശിച്ചവരെ രക്ഷപ്പെടുത്തും. വലാ യുറദ്ദു ബഅസുനാ അനിൽ ഖൗമിൽ മുജ്രിമീൻ, അക്രമികളെ തൊട്ട്, നമ്മളെ ശിക്ഷയെ അക്രമികളെ തൊട്ട് തടയാൻ ആർക്കും കഴിയില്ല. അടിച്ചത് ശരിയാക്കും. ആരുടെ കാലം വരെ? പുണ്യ റസൂലുള്ളാഹിന്റെ കാലം വരെ. പുണ്യ റസൂലുള്ള ആഖിർ സമാന നബിയാ. ഇനിയിപ്പം ഒരു അടിയില്ല. പിന്നെ ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്തും. ചില ഭൂമി കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. കൊടുങ്കാറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നന്നാവുന്നവർക്ക് നന്നാകാം. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. അതും ശിക്ഷയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവരാണ് നല്ല ജനത. ശിക്ഷയിൽപ്പെട്ടവർ മോശപ്പെട്ട ജനതയാണ്. ഒരു ശിക്ഷയിൽ മരിച്ചുപോയ മോശപ്പെട്ട ജനതയാവും. ശിക്ഷയിൽ പാഠം ഉൾക്കൊള്ളുന്നവരാണ് നല്ല ജനത. ശിക്ഷയപ്പെട്ടാൽ മോശപ്പെട്ട ജനതയാണ്. ഫനുജ്ജിയ മന്നശാവും, ഏത് ശിക്ഷ വരുമ്പോഴും നാം ഉദ്ദേശിച്ചവരെ നാം രക്ഷപ്പെടുത്തും.
അക്രമികളെ തൊട്ട് നമ്മളെ ശിക്ഷ നമ്മളെ തടയാൻ ആർക്കോട്ട് കഴിയൂല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ ചിന്തിക്ക്. പിന്നെ നീ ആയത്തിലേക്ക് മടങ്ങിക്കൂടെ. എന്നാണ് ഖിയാമത്ത് നാൾ എന്നിവർ ചോദിക്കും. ഇതിന്റെയൊക്കെ മർമ്മം അതാണ്. മുർസലിങ്ങൾ പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കൂല. മുർസലിങ്ങളെ കളവാക്കും. മുർസലിങ്ങൾ പറഞ്ഞത് കളവാണെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കും. വലിയവർ മനസ്സിലായാലും ഉൾക്കൊള്ളുകയില്ല. എന്തുകൊണ്ട്? അതൊക്കെ ഉൾക്കൊണ്ടാൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ തഹ ഹുസൈന്റെ അൽ മുഅദ്ദബൂന ഫിൽ അർളി എന്നൊരു ഗ്രന്ഥമുണ്ട്. ലോകത്തെ അതിപ്രശസ്തമായ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ ഒന്നാണത്. അതിന്റെ ഇഹ്ദാ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അതിന്റെ സമർപ്പണം കൊടുത്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ MA പഠിപ്പിക്കേണ്ട ആ പുസ്തകം. അതിന്റെ സമർപ്പണം കൊടുത്തിട്ടുള്ളത് ഇലല്ലദീന യുഹരിഖുഹുമു ശൗഖു ഇലൽ അദ്ൽ വഇലല്ലദീന യുഅരിഖുഹുമുൽ ഖൗഫു മിനൽ അദ്ൽ ഇലാ ഉലൈക വഹഉലൈ ജമീഅൻ അസൂഖു ഹാദൽ ഹദീസ് എന്നാണ്. അതിന്റെ സമർപ്പണം കൊടുത്തത് ഇങ്ങനെയാണ്. ഇലല്ലദീന യുഹരിഖുഹുമു ശൗഖു ഇലൽ അദ്ൽ, നീതിയിലേക്കുള്ള അതിരടങ്ങാത്ത ആഗ്രഹം കാരണം നീതി നടപ്പിലാകാൻ കൊതിച്ച് കൊതിച്ച് സ്വയം എരിഞ്ഞു തീർന്നവർക്ക് വേണ്ടി. എന്നെങ്കിലും നീതി നടപ്പിലായാലോ എന്ന് പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിതം തീർത്തവർക്ക് വേണ്ടി. രണ്ടു കൂട്ടരെ പറഞ്ഞേ, മനസ്സിലായില്ല. എന്നെങ്കിലും നീതി നടപ്പിലാകും എന്ന കൊതിയിൽ സ്വയം അടങ്ങിയവർക്ക് വേണ്ടി. പിന്നെ എന്നെങ്കിലും നീതി നടപ്പിലായാലോ എന്ന് പേടിച്ച് ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി. ഇവർക്കും അവർക്കും ഞാൻ വേണ്ടി ഞാനിതാ ഈ പുസ്തകം സമർപ്പിക്കുന്നു. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? അവർ രണ്ട് വിഭാഗം ലോകത്തുണ്ടാകുക. ഒരു വിഭാഗം നീതിയിലേക്കുള്ള കൊതി കൊണ്ട് തീരും, ഒരു വിഭാഗം നീതി നടപ്പിലായോന്നോ പേടിച്ചിട്ടും തീരും. അപ്പൊ മർമ്മം എന്താണ്? നീതിയാണ്. മുർസലീങ്ങൾക്ക് വഴിപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന നീതിയാ. എന്തുകൊണ്ട് ഖിയാമത്ത് നാളിനെ നിഷേധിച്ചു എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിനെ നിഷേധിച്ചത് നീതി നടപ്പിലാക്കാൻ താല്പര്യമില്ല. അവ്വലുമായി ഇന്ന സമുദായത്തിൽ ആദ്യം ഉയർത്തപ്പെടുക നീതിയായിരിക്കും. നീതി നടപ്പിലാവും, നീതി നിഷേധിക്കും. ചതിയന്മാരുടെ എല്ലാം ബാക്ക് സീറ്റിൽ ഒരു കൊടിയെ ഉയർത്തപ്പെടും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ ചതിയുടെ അളവനുസരിച്ച്. അതിൽ ഏറ്റവും നീണ്ട കൊടി ലിവാഉൽ ഇമാമിൽ ഖാദിരി, ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കാതെ ജനങ്ങളെ വഞ്ചിച്ച ജനനേതാക്കളുടെ കൊടിയായിരിക്കും. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. എന്താ പറഞ്ഞത്? മനസ്സിലായില്ല? നിസ്കരിക്കാത്തവരെയും നോമ്പുൽക്കാത്തവരെയും കൊടിയല്ല മഹേശ്വരിൽ ഏറ്റവും പൊങ്ങ നീതി നടപ്പിലാക്കാത്തവരാണ്. നീതിയാണ്. നീതി തന്നെ. നീതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പാടില്ല അങ്ങോട്ടും പാടില്ല. ഒരാൾ 100 അടി അടിക്കേണ്ട ഒരു കുറ്റം ചെയ്ത്, 100 അടി അടിക്കേണ്ട ഒരു കുറ്റം ഒരാൾ ചെയ്ത് ജഡ്ജി വിധിച്ചപ്പോൾ എന്ത് ചെയ്ത്? ഒരു അടി ജഡ്ജി അതിന് ചുരുക്കി. അങ്ങനെ ജഡ്ജി വിധിച്ചു ഇയാളെ 99 അടി അടിച്ചാൽ മതി. സത്യത്തിൽ അയാളെ അടിക്കേണ്ട ശരിയായിട്ടനുസരിച്ച് 100 അടിയാണ്. അങ്ങനെ അയാളെ മഹ്ശറിൽ ഈ ജഡ്ജിയെയും ഇയാളെയും കൊണ്ടുവരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഡ്ജിയോട് ചോദിക്കും, എന്റെ ഒരടി നീ കുറച്ചല്ലോ, ഞാൻ അവിടെ വിധിച്ചത് 100 അടിയല്ലേ, ജന്തിനെന്ന് അവരെ ഒരു അടി കുറച്ചത്. അപ്പോൾ ജഡ്ജി പറയും റഹ്മത്തൻ ലഹു, അയാളെ കോലം കണ്ടിട്ട് എനിക്ക് 100 അടി വിധിക്കാൻ തോന്നിയില്ല, അയാളോടുള്ള കരുണയാണ്. അപ്പോൾ അല്ലാഹു ചോദിക്കും, ഞാൻ വിധിച്ചത് നീതിയാ, ഇത് ചെയ്തത് കരുണയാണെങ്കിൽ നിന്റെ അടിമയോട് അന്ത അർഹമു ബിഅബ്ദി അം അന, നിന്റെ അടിമയോട് ഏറ്റവും കരുണയുള്ളവൻ ഞാനോ അയ്യോ? മനസ്സിലായില്ല? എന്റെ അടിമയോട് കരുണ കാട്ടേണ്ടത് ഞാനോ അയ്യോ? ഞാനല്ല. ഞാൻ പറഞ്ഞ നടപ്പിലാക്കാൻ വേണ്ട. ഞാൻ പറഞ്ഞ എത്രയാ? 100 അടിയാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? 100 അടി അടിക്കേണ്ട സ്ഥലത്ത് ഒരടി കുറച്ച് 99 അടി നടപ്പിലാക്കാൻ സമ്മതിക്കൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഇതന്നെ ഇവിടെ നീതിയാണ് വിഷയം. അമ്പിയാക്കൾക്ക് ജനങ്ങൾ വഴിപ്പെടാതിരിക്കാനുള്ള കാരണവും നീതിയിൽ ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റൂല. നീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം സംഭവിക്കും. ഇതുകൊണ്ടാണ് അത് അവരാണ് ഏത് കാലത്തും ചോദിക്കുക എന്നാണ് ഖിയാമത്ത് നാൾ. നോക്ക് മുസാഫിലേക്ക് നോക്ക്, വിഷയത്തിലേക്ക് മടങ്ങിക്കോളൂ. പിന്നെ പിന്നെ
ഒരു അട്ടഹാസമല്ലാതെ ഇനി അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒറ്റ അടിയായിരിക്കും ഇനി ഉണ്ടാവുക. ആ അട്ടഹാസം അവരെ പിടികൂടും. ഓഹും യഹ്സിമൂൻ, അപ്പോഴും അവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ഖിയാമത്ത് നാൾ മനുഷ്യനാകെയുള്ള സ്വഭാവമാണ് എന്ത്? തർക്കം. ഒരു ജനതയിൽ അള്ളാഹു ബറക്കത്ത് എടുത്തു കളയുമ്പോഴേ ആ ജനതക്ക് അള്ളാഹു തർക്കം കൊടുക്കുള്ളൂ. ഒരു ജനതയിൽ അള്ളാഹു പൊരുത്തം എടുത്തു കളയുമ്പോൾ ആ ജനതയിലേക്ക് അള്ളാഹു തർക്കത്തെ ഇട്ടു കൊടുക്കും. പഠിച്ചോ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. എന്താ പറഞ്ഞേ? ഒരു ജനതയോട് അള്ളാഹു കോപ്പിക്കുമ്പോഴാണ് ആ ജനതയിൽ അള്ളാഹു തല തർക്കത്തെ വർദ്ധിപ്പിക്കുക. തർക്കം കൂടും. എവിടെ എന്തായിരിക്കും? തർക്കിക്കും. അതന്നെയല്ലേ ഉള്ളൂ. ഇപ്പൊ നാട്ടിൽ ഇപ്പൊ എന്താ ഉള്ളത്? തർക്കം. തർക്കല്ല എന്താ ഉള്ളത്? ഒരു ജനതയിൽ അള്ളാഹു അവന്റെ റഹ്മത്ത് എടുത്തു കളയുമ്പോൾ ആ ജനതയിൽ തർക്കം വർദ്ധിക്കും. അള്ളാന്റെ പൊരുത്തം എടുത്തു കളയുമ്പോൾ തർക്കം വർദ്ധിക്കും. എവിടെയും തർക്കാണ്. അത് അവസാനം വരെ പോകും. യഹ്സിമൂൻ, ആ നേരത്തെ മനുഷ്യന്മാര് തർക്കിക്കേൽക്കും. അതുണ്ടാവില്ല, ഇതുണ്ടാവും, അതുണ്ടാവില്ല, അതങ്ങനെ, ഇതിങ്ങനെ തർക്കിക്കന്നെ. അതന്നെ ഇരിക്കും. നോക്ക്, ആയത്തിലേക്ക് നോക്ക്, അങ്ങനെ തന്നെ ഇരിക്കും. ഏത് നേരം തർക്കിക്കേൽക്കും മനുഷ്യൻ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫയോ ഹബീബ നബിയോ ഒന്നുമില്ല. കാന ദാഇമ സംതി, മിക്കവാറും നേരത്ത് മുണ്ടാതിരിക്കും. ലോകത്തിനൊക്കെ നന്നാക്കാൻ വന്ന മനുഷ്യനെ എന്ത് ചെയ്തില്ല? വർത്താനം തന്നെ പറഞ്ഞില്ല. ഖലീലൽ കലാമി, ദുന്യാവിൽ ഏറ്റവും കുറഞ്ഞ വർത്താനം പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി. നിങ്ങളിവിടെ സ്ഥലത്തില്ലാന്ന് തോന്നുന്നു. നമുക്ക് നമ്മളെ നബിന്റെ സ്വഭാവമാണോ പഠിക്കേണ്ടത്, അതല്ല നമ്മൾക്ക് കുറെ തീരുമാനങ്ങളുണ്ട് അതാണോ പഠിക്കേണ്ടത്? പറയും. നമ്മളെ നബി ദായിമ സംതി, മിക്കവാറും നേരത്ത് മൗനിയ. ഇവിടെ എന്താ പറഞ്ഞത്? ജനങ്ങൾ ആ നേരത്തും തർക്കിക്കും. റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താ? ദായിമ സംതി, മിക്കവാറും നേരത്ത് മൗന. ഖലീലൽ കലാമി, കാന ഖലീലൽ കലാമി. റസൂലുള്ളാഹി ഖലീലൽ കലാമി. ഖലീൽ, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ലേ? കാന ഖലീലൽ കലാമി, സംസാരം വളരെ കുറവാണ്, ഭയങ്കര കുറവാണ്. വർത്താനം പറഞ്ഞാൽ ഒറ്റ വാക്കുകളാ പറയാ. തുടങ്ങുമ്പോഴത്തേന് തീരും. വർത്താനില്ല. ഇതാ ഞാൻ അള്ളാഹുവിന് വന്നതാണ്, ഇതാ വരുന്നവർക്കൊക്കെ വരാം, ഈ പരിപാടി ഒന്നുമില്ല. റസൂലുള്ളാഹി വന്ന് ഒരു ജനതയെ മര്യാദ കാണിച്ചു കൊടുത്ത് വർത്താനം വളരെ കുറവ്, ഒന്നിനുമില്ല. കഴിഞ്ഞ് റസൂലുള്ളാഹി പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടക്ക് പെട്ടവരൊക്കെ എന്തും ചെയ്ത് കത്തിന് വെട്ടാനും പറഞ്ഞു. അവ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, എന്ത് വാളുണ്ടാവും നിങ്ങൾക്ക്. വർത്താനല്ല, എന്ത് വർത്താനം ചിലപ്പോ എന്തുകൊണ്ട് കാര്യം പറഞ്ഞു. കാര്യം മനസ്സിലാകും. ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞാൽ തന്നെ കാര്യം എല്ലാവർക്കും മനസ്സിലാകും. ഒരിക്കൽ മെമ്പറിന്റെ അടുത്തേക്ക് വന്നു, വാളും പിടിച്ചുകൊണ്ട്. ഖിയാമത്ത് നാളിന്റെ തലേന്ന് അല്ലാഹു എന്നെ വാളും കൊണ്ട് പറഞ്ഞയച്ചതാണ്. വാളും പിടിച്ചാണ് ഇങ്ങനെ മെഹ്റാബിൽ വന്ന് വാളിങ്ങനെ കുത്തി നിർത്തിയിട്ട് പറഞ്ഞ്, ബുഇസ്തു, എന്നെ അല്ലാഹു പറഞ്ഞയച്ചു. ബൈന യദൈ ഖിയാമത്ത് നാളിന്റെ തൊട്ട് മുമ്പ് എന്നെ പറഞ്ഞയച്ചു. ബിസൈഫി, വാളും കൊണ്ട്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. എനിക്കാരെങ്കിലും എതിരായാൽ ഞാൻ ചെറുതാക്കും. ഏതെങ്കിലും സമൂഹത്തോട് സാദൃശ്യമാകണമെങ്കിൽ അങ്ങോട്ട് പോകാം, എന്റെ കൂട്ടത്തിൽ വേണ്ട. ഒരു വിഭാഗത്തോട് സാദൃശ്യമായാൽ അവരിൽപ്പെട്ടവനാ, എന്നിൽപ്പെട്ടവനല്ല. മനസ്സിലായോ? ഖിയാമത്ത് നാൾ ആ വാളാണ് ഇപ്പോഴും എന്ത് പിടിക്കണത്? ഇപ്പോഴും നമ്മൾ പിടിക്കണല്ലോ. മേശറക്ക് വാളെടുത്തു മൊല്ലാക്കാന്ന് പറയല്ലോ. വാളാണോ? വാളാണ്. എന്നാ വാളാണോ? വാളല്ല. വാളും വാളല്ല. നീ ചില ഇരുമ്പൊക്കെ ഉണ്ട്, അത് ഒന്നും മുറിയില്ല. മനസ്സിലായില്ല? ഒരു മത്സരം വിളിക്കണ വാളുകൊണ്ട് തൽക്കാലം നമ്മളൊരു ഭയങ്കരം മുറിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല, അത് മുറിയില്ല. മിക്കവാറും പള്ളിയിൽ അത് എന്തുമാണ്? മരമാണ്. പക്ഷെ ഇതിലൊരു ആശയുണ്ട്. എന്ത്? ഇവിടെ നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കാനാണ് മുഹമ്മദ് നബി പറഞ്ഞത്. നീതി നടപ്പിലാക്കണം. അത് ഇന്ന് ചെയ്യേണ്ടത് ഭരണാധികാരികളാണ്. വർത്താനം കൂടുതലില്ല, കാര്യം മനസ്സിലാകുമെന്ന കോലത്തിൽ പറയാം. അത് മനസ്സിലാവുന്നു, പിന്നെ തർക്കിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അൽബക്കറ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു ഇതിൽ സംശയമില്ല, സംശയമുള്ളവർക്ക് ഇതിൽ കൂടണ്ട. സംശയത്തിന്റെ പ്രശ്നം ഇതിലില്ല. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ.
അൽ ബഖറ കഴിഞ്ഞ്, ആലി ഇമ്രാനും കഴിഞ്ഞ്, ഖുർആനും കഴിഞ്ഞ്, കഴിയാൻ നേരത്തെ എന്റെ ഖുർആൻ പറഞ്ഞ് ഖുൽ അഊദു റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. പറഞ്ഞതിന്റെ ശെക്കും കൊണ്ട് വസ്വാസും കൊണ്ട് നടക്കണ്ട. ആ തുടക്കത്തിൽ ഉറപ്പ്, ഒടുക്കത്തിൽ ഉറപ്പ്. ഉറപ്പിനെതിരായ ആളുകൾക്ക് പിന്നുള്ള പരിപാടി വാള്. എന്നൊക്കെ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞു. ഇതിലെന്തില്ല? എന്താ മനുഷ്യന്മാരെ, ഇത് നിങ്ങളെ മുസാഫിലില്ലേ? ഇന്നെ കണ്ണുറ്റി പഠിപ്പിക്കണം. അലിഫിലാമി ദാലിക്കൽ കിതാബോ, ഇതിൽ സംശയമില്ല. അവസാനത്തിലെ സൂറത്തിൽ എന്തേ പറഞ്ഞേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂർ. നെഞ്ചിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് വസ്വാസം കൊണ്ട് നടക്കണ്ട. അതിന്റെ ആളാരാ? ശൈത്താനാ. പറഞ്ഞതൊക്കെ ഉറപ്പിച്ചതാ, നേരാണ്. ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ മുത്ത് മുഹമ്മദ്. ഇത് അള്ളാന്റെ വചനങ്ങളുമാണ്. കഴിഞ്ഞ് നീ തിരിയിട്ടില്ലെങ്കിൽ പിന്നെ നല്ല സാധനം വേറെ പുറത്ത് ഉണ്ട്. തന്നെ കൂടുതൽ വർത്താനല്ല. എന്നാ തിരിയും, തർക്കിക്കേണ്ട ആവശ്യം ഇതിലില്ല. അതൊക്കെ മണിയായിട്ടാ മുത്ത റസൂൽ പറഞ്ഞു കൊടുത്തത്. പുണ്യ മുഹമ്മദ് മുസ്തഫ അത്ര തന്നെയുള്ളൂ, അത്ര തന്നെയുള്ളൂ, അത്ര തന്നെയുള്ളൂ. കാന ഖലീലുൽ കലാമി, വർത്താനം വളരെ കുറവാണ്. മിക്കവാറും ചിരിയെല്ലാം പുഞ്ചിരിയാണ്. വല്ലാതെ ചിരിക്കൂല. എന്നാ ചിരിക്കും, പക്ഷെ എന്താണ്? പുഞ്ചിരിയ. വല്ലാതെ വർത്താനം പറയില്ല. വർത്താനം പറഞ്ഞാലോ തകല്ലമ ബിജവാമിഉൽ കലിം, എല്ലാം പൂർത്തിയായ വാക്ക് പറയും. ലാ ഫുദൂല, ഒരു അക്ഷരം ഏറൂല. വലാ തക്സിറ, ഒരു വിഷയം കുറയില്ല. അതും കൂടി നബി പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പറയേണ്ട ഒക്കെ പറയും, ഒരു അക്ഷരം പോലും ഏറൂല, ഒരു വിഷയം പോലും കുറയില്ല. അതാണ് പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. ജനങ്ങളും മിണ്ടാതിരിക്കും. അവരൊക്കെ അള്ളാന്റെ ഫിക്റിലായിരിക്കും. മനസ്സിലായില്ല? സസിൽ വന്നിരിക്കും. ദായിമസ്വംതി, മിക്കവാറും നേരത്ത് പറയാ ചങ്ങാതി മിണ്ടാതിരിക്കും. വർത്തമാനം ആവശ്യമായ പറയും. ആ പറഞ്ഞ വൃത്തിയാക്കിയിരിക്കും. നേരെ മറിച്ചൊരു ജനത അള്ളാന്റെ പൊരുത്തത്തിന് പോകുമ്പോൾ അവർക്ക് സാധാരണ സമയം എന്തായിരിക്കും പണി? ഒന്ന് ഔട്ടലക്ക. നോക്ക് ആയത്തിലേക്ക് നോക്ക്. ഇത് പറയാനപ്പോ അതൊക്കെ പറഞ്ഞ് ഒരു ജനത അള്ളാന്റെ പൊരുത്തം പോകുമ്പോൾ അവർക്ക് പണി എന്തായിരിക്കും? രണ്ട് സംഗതിയാണ് ഏകദേശം നമ്മളെ നാട്ടിലെ പരിപാടി. നേരെ നമുക്ക് സുബൈ സ്കെച്ചിന് പീടിയൊക്കെ ഇറങ്ങാം. ഞാൻ ഈ അടുത്ത നാട്ടിലെ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി ഇറങ്ങി വരുമ്പോ എന്റെ കൂടെ ഉള്ള ആള് എന്നോട് പറഞ്ഞ്, പിന്നെ അത് നമ്മളെ നാട്ടിലെ ഇറച്ചിപ്പീടിയായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. അത് നമ്മളെ നാട്ടിലെ ഇറച്ചിപ്പീടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇറച്ചിപ്പീടിയൊന്നും എനിക്കൊരു അടയാളൊന്നും അവിടെയോട്ട് കണ്ടതുമില്ല. നമ്മളെ ഇറച്ചിപ്പീടിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഓൻ വിശദീകരിച്ച് എന്ത് ചായപ്പീടിയായിരുന്നു. സുബൈ നിസ്കരിച്ചാല് നാട്ടുകാരെ ഇറച്ചി തിന്നാൻ എല്ലാവരും ആദ്യം വരിക ചായപ്പീടിയാ. അതുകൊണ്ട് അത് നമ്മളെ ഇറച്ചിപ്പീടിയാന്ന് പറഞ്ഞത്. നാലാളെങ്കിലും എന്തെങ്കിലും പറയാതെ നമുക്ക് സമാധാനം കിട്ടൂല. നാലാളോടെങ്കിലും തർക്കിച്ചില്ലെങ്കിൽ നമുക്ക് റാഹത്ത് കിട്ടൂല. ഈ തർക്കാകട്ടെ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നോക്ക് മുസാഫിലേക്ക് നോക്ക്. ആവശ്യമില്ലാതെ വർത്താനം പറയാം. നോക്ക് ആവശ്യത്തിന് പറയാം. ആവശ്യത്തിനൊക്കെ പറയാം. ഇതൊരു ആവശ്യമല്ല. ഞാൻ ഈ ആവശ്യത്തിന് പറയാൻ എന്താണ്? അറിയണല്ലോ. അറിഞ്ഞോരല്ലേ പറയേണ്ടുള്ളൂ. അറിഞ്ഞോരല്ലേ പറയേണ്ടത്. അറിയാത്തവരെന്തിനാ പറയണത്? അറിയാത്തവര് പറയണ്ട, അറിഞ്ഞവരല്ലേ പറയേണ്ടത്. وتكون من سيب الناس عيسى ولسيب نفسك للناس باذلا لسلامة الدنيا خصال أربع وفر لجهل القوم منعك تجهلا وتكون من سيب الناس عيسى ولسيب نفسك للناس باذلا ദുനിയാവുന്ന് രക്ഷപ്പെടണമെങ്കിൽ നാല് കാര്യം സൂക്ഷിക്കണം. ദുനിയാവിൽ ഈമാൻ രക്ഷപ്പെടുത്തണമെങ്കിൽ 4 കാര്യം സൂക്ഷിക്കണം. ഇത് മഖ്ദൂം തങ്ങളതാ, മഖ്ദൂമുൽ മഅബദി തങ്ങളെ ബൈത്താ. ഇത് കേരളത്തിന്റെ നിദാന ശാസ്ത്രമാണ്. ഇത് കിഫായത്തുൽ അദ്കിയ, ബഹുമാനപ്പെട്ട ഹിദായത്തുൽ അദ്കിയ ആണ്. മനസ്സിലായില്ലേ? ഇത് ഹിദായത്തുൽ അദ്കിയ ആണ്. ഇത് അദ്കിയ എന്ന മഹാഗ്രന്ഥമാണ്. ലോകത്ത് ഇഹ്യാക്ക് എത്ര വിലയുണ്ടോ അത്ര വിലയുള്ള സാധനമാണ് എന്തും അദ്കിയ. സ്വാലിഹ്യങ്ങൾക്കിടയിൽ ഭയങ്കര വിലയുള്ള സാധനമാണ് അദ്കിയ. എന്റെ 2 വരി ഞാൻ ചൊല്ലിത്തരാം.
ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ വഫറുൽ ലിജഹ്ലിൽ ഖൗമി മൻഉക തജ്ഹല വതകൂനു മിൻ സൈബിൽ ലുനാസി ആയിസ വലിസൈബി നഫ്സിക ലില്ലുനാസി ബാദിലാ. ലിസലാമത്തി ദുനിയാ, ദുനിയാവിന് രക്ഷപ്പെട്ട് ഈമാൻ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ ഖിസാലുൻ അർബഉൻ, 4 കാര്യങ്ങൾ വേണം. ഒന്ന് വഫറുൽ ലിജഹ്ലിൽ ഖൗമി, ജനങ്ങൾ അറിവില്ലാതെ നിനക്കെതിരെ എന്ത് ചെയ്താലും നീ പുറത്തു കൊടുക്കണം. മൻഉക തജ്ഹല, നീ അറിവില്ലാതെ ജനങ്ങൾക്കോ എതിരെ ഒന്നും ചെയ്യാതിരിക്കണം. 2 കാര്യമായി. ഒന്ന്, ജനങ്ങൾ അറിവില്ലാതെ നിനക്കെതിരെ എന്ത് പറഞ്ഞാലും ചെയ്താലും നീ പുറത്തു കൊടുക്കണം. 2, നീ അറിയാതെ പോലും ജനങ്ങളെ മേൽ ഒന്നും ചെയ്യാൻ, പറയാനോ ചെയ്യാനോ പാടില്ല. 2, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഔദാര്യത്തിൽ നീ ആശ ഒഴിവാക്കണം. ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട പൂതി നിനക്ക് ഇല്ല, ഉണ്ടാൻ പാടില്ല. നിനക്ക് കിട്ടിയതെല്ലാം ഔദാര്യമായി ജനങ്ങൾക്ക് കൊടുക്കുകയും വേണം. لسلامة الدنيا خصال 4 وفر للجهل القوم منعك تجهلا وتكون من سيب الأناس آيسا ولسيب نفسك للأناس باذلا. എന്ത് വർത്താനം! ലിസലാമത്തി ദുനിയ, ദുനിയാവിൽ രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഖിസാലുൻ 4 4 കാര്യം വേണം. നല്ല ബെയ്ത്താണ്. ഈ ബെയ്ത്തിന്റെ സുഖം എന്താണെന്നറിയോ? ബെയ്ത്താൻ പഠിച്ചാൽ എപ്പോഴും നമ്മളെ തലയിൽ അതുണ്ട്, ഒരു വിഷയം അതിന് ഓർമ്മ വരും. അത് സദസ്സിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുക്കീലില്ലേ? അതുക്കീലുള്ളത് എതിര് പറയാൻ ഒരു വഹാബിക്ക് പോലും പറ്റൂല. കാരണം ഇവിടെ ഇൽമുണ്ടായത് ആരിൽ നിന്നാണ്? മഖ്ദൂം തങ്ങൾ അംഗീകരിക്കാത്ത 500 കൊല്ലായി. അത് 500 കൊല്ലായി. 1-ാം മഖ്ദൂമിന്റെ ബെയ്ത്ത, 2-ാം മഖ്ദൂമാണ് ഫത്ഹുൽ മുഈൻ എഴുതിയത്, 1-ാം മഖ്ദൂമാണ് അതുക്കീലിയത്. മനസ്സിലായില്ല? വല്യാപ്പ മഖ്ദൂമാണ് 1-ാം മഖ്ദൂം, പേരക്കുട്ടി മഖ്ദൂമാണ് 2-ാം മഖ്ദൂം. മകനല്ല, പേരക്കുട്ടി. 1-ാം മഖ്ദൂം മഖ്ദൂമുൽ മഅ്ബരി. മനസ്സിലായില്ലേ? അവരെ മകൻ അബ്ദുൽ അസീസ് മഖ്ദൂം മഅ്ബരി. അവരുടെ മകനാണ് ആര്? മഖ്ദൂം ഉസ്താനി. മനസ്സിലായില്ലേ? 1-ാം മഖ്ദൂമിൻ്റെതാണ് അതുക്കിയ, 3-ാം മഖ്ദൂമിൻ്റെതാണ് ഫത്ഹുൽ മുഈൻ. മനസ്സിലായ പറഞ്ഞത്? 1-ാം മഖ്ദൂമിൻ്റെതാണ് അതുക്കിയ, 3-ാം മഖ്ദൂമിൻ്റെതാണ് ഫത്ഹുൽ മുഈൻ. 1-ാം മഖ്ദൂമിന്റെ കിതാബ് അത്. 1-ാം മഖ്ദൂം 10 കൊല്ലം മസ്ജിദുൽ ഹറാമിൽ പഠിച്ചിട്ടുണ്ട്, 7 കൊല്ലം മിസ്ർ പോയി പഠിച്ചിട്ടുണ്ട്. എന്ത് 10 കൊല്ലം മക്കത്ത് കഅബാലയത്തിന്റെ തൊട്ടിരുന്നിട്ട് 10 കൊല്ലം പഠിച്ച്, പിന്നെ 7 കൊല്ലം മിസ്ർ പോയി പഠിച്ചു. 17 കൊല്ലം പഠിച്ചിട്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. ആര്? 1-ാം മഖ്ദൂം. അവരുണ്ടാക്കിയ കിതാബാണ് അതുക്കിയ. അതിൽ പറഞ്ഞതാണിത്. ഇത് ഖുർആൻ ഹദീസിലേക്ക് സംക്ഷിപ്ത. ലിസലാമത്തി ദുനിയാ خصال 4 وفر للجهل القوم منعك تجهلا وتكون من سيب الأناس آيسا ولسيب نفسك للأناس باذلا. ഈ ദുനിയാവിൽ നിനക്ക് ഈമാൻ രക്ഷപ്പെടുത്തി പോകണമെങ്കിൽ 4 കാര്യം ചെയ്യണം. ഒന്ന്, വഫറുൽ ലിജഹ്ലിൽ ഖൗമി, ജനങ്ങൾ അറിയാതെ നിനക്കെതിരെ എന്ത് ചെയ്താലും നീ പുറത്തു കൊടുക്കണം. പിന്നെയോ മൻഉക തജ്ഹല, നീ നിന്റെ നഫ്സിനെ തടയണം. തജ്ഹല, നീ വിവരമില്ലാതെ ജനങ്ങളിൽ ചാടിപ്പോകരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീ വിവരമില്ലാതെ ജനങ്ങളിൽ സംസാരിക്കരുത്, ഇടപെടരുത്. ഇടപെട്ട് ചെയ്യും ചെയ്യരുത്, വർത്താനം പറഞ്ഞത്. അതാണ് ഇപ്പൊ ഇറച്ചിപ്പിടിയെന്ന് പറഞ്ഞത്. മനസ്സിലായില്ല? അറിയാതെ. ഇതാണ് ഇപ്പം ഈ ആയത്തിൽ പറഞ്ഞ യഹസിമോൻ. ആവശ്യമില്ലാതെ വെറുതെ അങ്ങനെ തർക്കിക്കുക. 4 കാര്യമാണ്. ഒന്ന്, ജനങ്ങൾ അറിയാതെ നിനക്കെതിരെ ചെയ്താൽ നീ പുറത്തു കൊടുക്കുക. 2, നീ അറിയാതെ ജനങ്ങളുടെ മേൽ ഒന്നും അങ്ങോട്ട് ചെയ്യാതിരിക്കുക. 3, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഔദാര്യത്തിലുള്ള ആശ നീ ഒഴിവാക്കുക. 4, നിന്റെ ഭാഗത്ത് നിന്ന് പരമാവധി ജനങ്ങൾക്ക് നീ ഔദാര്യം ചെയ്തു കൊടുക്കുക. നിനക്ക് ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയും. 4 കാര്യം പറഞ്ഞേക്ക്. ഇനി പറയടാ, പറ കുട്ടി, പറ. 4 കാര്യം. ഒന്ന്, ജനങ്ങൾ അറിയാതെ നിനക്കെതിരെ എന്ത് പറഞ്ഞാലും ചെയ്താലും പുറത്തു കൊടുക്കുക. 2, നീ അറിയാതെ ജനങ്ങളുടെ മേൽ ഒന്നും പറയുകയോ ചെയ്യുകയോ അത് ചെയ്യരുത്. 3, ജനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഔദാര്യത്തിൽ നീ ആശ ഒഴിവാക്കുക. 4, നിന്റെ കയ്യിലുള്ള ഔദാര്യം നീ പരമാവധി ജനങ്ങൾക്ക് വിതരണം ചെയ്യാം. എന്നാൽ ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് മഖ്ദൂം അങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവർ പറഞ്ഞാൽ അതുപോലത്തെ ചെയ്താൽ വഴിപ്പെട്ട ഉറപ്പ്. കാരണം അത്ര വലിയ ആളുകളല്ലേ, മഖ്ദൂം തങ്ങളൊക്കെ. ഇത് ലോകത്തെ യഹ്യക്കുള്ള സ്ഥാനമാണ് കവിതയിൽ എന്തിനുള്ളത്? അതൊക്കെ ഭയങ്കര കിതാബല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് ഏതെങ്കിലും കാലത്ത് നമ്മൾ ഇത് തീർന്നാൽ,
ബുർദ തീർന്നാൽ അധിക്കുക തുടങ്ങും ഇൻഷാ അല്ലാഹ്. മാസത്തിൽ ഒരു ബുർദ അല്ലെങ്കിൽ മാസത്തിൽ ഒരു അധിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും ചിന്തിക്കണം കുട്ടികളെ. ഇവിടെ പറഞ്ഞ ആയത്തിന്റെ അവസാനം അതൊന്നുകൂടി പറഞ്ഞു. എന്തേ പറഞ്ഞേ അവർ പ്രതീക്ഷിക്കുന്നില്ല ഇല്ല സുയഹത്തൻ വാഹിദ, ഒരു അട്ടഹാസമല്ലാതെ. പിന്നെ ആ അട്ടഹാസം അവരെ പിടികൂടും. പെട്ടെന്നായിരിക്കും അട്ടഹാസം. ആരുടെ അട്ടഹാസം? സയ്യിദുന ഇസ്രാഫീൽ സൂറിനെ ഊതും. അതാണ് അട്ടഹാസം. ആ നേരത്തും ആ അട്ടഹാസത്തിൽ ഊതുന്ന നേരത്തും അവര് തർക്കിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് പണി അപ്പോഴും തർക്കമായിരിക്കും. ആ തർക്കത്തിലായിരിക്കും ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ മേലല്ലാതെ ഖിയാമത്ത് നാൾ നിൽക്കുകയില്ല. ഏറ്റവും മോശപ്പെട്ട ജനങ്ങളിലാണ് എന്തുണ്ടാവുക? ആ ജനങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തർക്കിക്കും. അപ്പോൾ ഇന്നത്തെയും അനാവശ്യമായ തർക്കങ്ങൾ അള്ളാഹു ഒരിക്കലും പൊരുത്തല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരായത്ത് ഹദീസൊക്കെ ഞാൻ കൂട്ടി പറഞ്ഞതാ. ഒരായത്ത് ഖിയാമത്ത് നാൾ വരുമ്പോഴും മനുഷ്യന്മാർ എന്ത് ചെയ്യും? തർക്കിക്കുമെന്ന് ഒരായത്ത്. ഇനി ഞാൻ ഹദീസ് പറഞ്ഞു എന്ത്? ലാ തഖൂമു സഅതു ഇല്ലാ അലാ ശിറാരി നാസി, ഏറ്റവും മോശപ്പെട്ട ജനങ്ങളെ മേലല്ലാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഏറ്റവും മോശപ്പെട്ട ജനങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കും. ഇത് കൂട്ടിച്ച മനസ്സിലാവും. ആയിട്ട് ഹദീസും കൂട്ടിച്ച മനസ്സിലാകും. ആവശ്യമില്ലാതെ തർക്കിക്കുക, വെറുതെ ആവശ്യമില്ല. അറിയൂല, മനസ്സിലായില്ല. അറിയുന്നത് പറയുകയാണെങ്കിൽ തിരക്കെടുത്ത അവന് അറിയില്ല. എന്തിനും വർത്താനം പറയാം, എന്തും പറയാം, എന്തിനും വർത്താനം പറയാം. അത് അള്ളാഹു ഒരിക്കലും പൊരുത്തല്ല. അതാ പറഞ്ഞത്, നീ അറിയാതെ പോലും ആവശ്യമില്ലാത്ത ചാടരുത്. ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം നിസ്കാരം നോമ്പല്ല. അവൻ ആവശ്യമില്ലാത്ത കാര്യത്തെ അവൻ ഒഴിവാക്കുക, ഇടപെടരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഭയങ്കര ഹദീസാ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം തർക്കുഹു മാ ലാ യഅനി, അവൻ അത്യാവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അവൻ ഇടപെടാതിരിക്കണം. എനിക്ക് അറിയില്ല, എനിക്കതിനെ പറ്റി അറിയൂല, എനിക്കറിയൂല, അതിന്റെ ആവശ്യമല്ല. അവനെ അറിയണ്ട. ഓൻ രക്ഷപ്പെട്ട് പോകേണ്ടതല്ലേ അവനെ അറിയേണ്ടുള്ളൂ. ദുനിയാവിൽ എന്തൊക്കെ കാര്യമുണ്ട് എല്ലാം കൂടെ അവൻ അറിയേണ്ടതുണ്ടോ? എല്ലാത്തിലും അവനെ ഹെഡ് ചെയ്ത് വർത്താനം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മനസ്സിലാവാ? അതിനെ അറിയൂല, എനിക്കതിനെ പറ്റി അറിയൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആ രണ്ടായത്തൊന്നും കൂടിയോട്. أعوذ بالله من الشيطان الرجيم. ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നും മതാ ഹദൽ വഅദു, ഈ കരാർ പറഞ്ഞ ഖിയാമത്ത് നാൾ എന്നാണ്, എവിടെ? ഇൻ കുന്തും സാദിഖീൻ, പ്രവാചകന്മാരെ, പ്രബോധകന്മാരെ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് കാണിക്കാൻ എല്ലാ കാലത്ത് ജനങ്ങളും പറഞ്ഞിട്ടുണ്ട്. മയൻദുറുന, ഈ ജനങ്ങളൊന്നും പ്രതീക്ഷിച്ചു നിൽക്കുന്നില്ല ഇല്ലാ സുയഹത്തൻ വാഹിദ, ഒരു അട്ടഹാസത്തെ അല്ലാതെ. തൗഖുദുഹും, ആ അട്ടഹാസം ഒരു ദിവസം അവരെ പിടികൂടും. വഹും യഖ്സിമൂന, ആ അട്ടഹാസം പിടികൂടുമ്പോഴും അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ നലൂലു ബിഹി സിവാക ഇൻദ ഹുലു للحادث العميم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ولا يليق رسول الله جاهك به إذا الكريم تعالى باسم منتقم مولاي صل وسلم دائما ابدا على حبيبك فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم صل وسلم دائما ابدا على حبيبك يا نفس لا تقل